പൊതുവെ ഞാൻ കാണാറില്ല. പക്ഷെ എന്നെ ബാധിക്കുന്ന ചില ട്രോളുകൾ ചില ആളുകൾ എനിക്ക് അയച്ചു തന്നപ്പോൾ ട്രോളുകൾ കാണേണ്ടി വന്നുപോയി. ട്രോളുകൾ എന്നെ ചിലപ്പോഴൊക്കെ വേദനിപ്പിച്ചുവെങ്കിലും വളരെ കലാചാതുരതയോടുകൂടെ ചില ആളുകൾ നടത്തിയിട്ടുള്ള ട്രോളുകൾ എന്നെയും കുടുകൂടാ ചിരിപ്പിച്ചു എന്നും സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു മതവിദ്വേഷിയല്ല, ഒരു വർഗീയവാദിയല്ല. ഇവൻ ജൂതമതത്തോട് പോലും എനിക്ക് യാതൊരു വിദ്വേഷവുമില്ല, ഒരു വിരോധവുമില്ല. എൻ്റെ വിശ്വാസപ്രകാരം ദൈവികമായ വെളിപ്പാട് ലഭിച്ചിട്ടുള്ള മഹാനായ പ്രവാചകനായിരുന്നു സയ്യിദ്നാ മൂസ. ബൈബിളിൽ മോശ എന്ന് പറയുന്ന മോശ പ്രവാചകൻ. ആ മഹാന്റെ അനുയായികളോട് ഒരു വിരോധവും എനിക്കില്ല. എൻ്റെ പരാമർശത്തിൽ ജൂതന്മാർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പിന്നീട് പറയണം. ജൂത സമൂഹത്തെയോ ആ മതവിഭാഗത്തെയോ ഒരിക്കൽ പോലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ധരിച്ചു പോയെങ്കിൽ, ആരെങ്കിലും അത് നമ്മുടെ പാരമ്പര്യത്തിന് കളങ്കമായിട്ട് വന്നുപോയി എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അങ്ങനെ ധരിക്കാൻ കാരണമായ ഒരു പ്രയോഗം എന്നിൽ നിന്ന് വന്നു പോയല്ലോ എന്ന കാര്യത്തിൽ ഞാൻ നിർവ്യാജം നിങ്ങൾക്ക് മുന്നിൽ ഖേദിക്കുകയാണ്. ഒരിക്കലും ജൂത സമൂഹത്തെ ഞാൻ അങ്ങനെ ആക്ഷേപിക്കുകയില്ല. അതൊന്നുമല്ല എൻ്റെ വിഷയം. നിങ്ങൾക്കത് പിന്നീട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം എന്ന് ഈ പ്രഭാഷണം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തുടക്കത്തെ ചില മുസ്ലിം നാമധാരികളായ ചില ആളുകൾ അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ ഹറാമാക്കി, അനുവദനീയമല്ല എന്നൊക്കെ പറഞ്ഞതായി കണ്ടു, കേട്ടു. വളരെ ദൗർഭാഗ്യകരം. ഞാൻ ഒരിക്കലും ഒരു പാനീയം ഹറാമാണെന്നോ അത് കറാഹത്താണെന്നോ അത് ഇസ്ലാമിക ദൃഷ്ട്യ അനുവദനീയമല്ല, അത് കുടിക്കാൻ ഇസ്ലാമിക ദൃഷ്ട്യ ഹലാലല്ല, ഹറാമാണ്, കറാഹത്താണ് എന്ന് പോലും ഞാൻ ഒരു മതവിധി പറഞ്ഞിട്ടില്ല. ഞാൻ ജ്യൂസിനെ കുറിച്ച് സംസാരിച്ച ഒരു പ്രഭാഷണവുമല്ല അത്. കൂട്ടത്തിൽ പറയട്ടെ, അതൊരു ജ്യൂസിൻ്റെ പ്രഭാഷണമല്ല. മാറ്റിവെക്കാവുന്ന മാറാരോഗങ്ങൾ എന്ന വിഷയത്തിൽ 2 മണിക്കൂറിലേറെ നടത്തിയ തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾക്ക്, ചില പ്രബോധകർക്ക് അവരുടെ സന്ദേശം രാജ്യത്തെ, സമൂഹത്തിൻ്റെ, ജനതകളുടെ ആരോഗ്യത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ജനങ്ങൾ ആരോഗ്യപരമായി വളരെ വീക്കായി കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ നമ്മുടെ രാജ്യത്ത് അധികരിച്ചു കൊണ്ടിരിക്കുന്നു, പ്രമേഹം അധികരിച്ചു കൊണ്ടിരിക്കുന്നു, മറ്റു മാറാവ്യാധികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് വർഷങ്ങൾ, പതിറ്റാണ്ടുകളായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഠന വിദ്യാർത്ഥിയാണ് ഞാൻ. നിങ്ങൾക്കൊക്കെ പലപ്പോഴും എന്നെക്കുറിച്ച് ഈ കാര്യം അറിയാം, അറിയുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾക്ക് നടത്തിയ ഒരു പ്രഭാഷണം, അത് 2 മണിക്കൂറിലേറെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, ചേരുവകൾ, കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്തവ, ജീവിത ശൈലി മാറ്റങ്ങളിൽ വന്നു പോയ പുതിയ വിഭവങ്ങൾ, ക്യാൻസർ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ, ഇങ്ങനെ തുടങ്ങി പ്രമേഹം കൊണ്ടുവരുന്ന വിഭവങ്ങൾ തുടങ്ങി നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിച്ചിപ്പിച്ച് കളയുന്ന കാര്യങ്ങൾ, നമ്മുടെ നിത്യശീലങ്ങളിൽ വന്നിട്ടുള്ള അപജയങ്ങൾ, അടുത്ത കാലഘട്ടത്തിലായി നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, നമുക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇതുകൊണ്ടൊക്കെ നമുക്കും നമ്മുടെ തലമുറക്കും അടുത്ത തലമുറക്കും ഇനിയുള്ള തലമുറകൾക്കും വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങൾ, അപകടങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ വളരെ നൂറുകണക്കിന് വിഷയങ്ങൾ എണ്ണി 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 പറഞ്ഞിട്ടുള്ള പ്രഭാഷണത്തിൽ ഒരൽപ്പം, ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ ജ്യൂസിനെ കുറിച്ച് വന്നു പോയ ഒരേരിയ, ഒരൽപ്പഭാഗം, ആ സെക്കൻഡ് കൃത്യമാക്കി പറയല്ല, അങ്ങനെ ഒരു ഭാഗം മാത്രമാണ് അത്. അതൊരു ഹലാല് ഹറാമിനെ വ്യവച്ഛേദിക്കുന്ന പ്രഭാഷണം അല്ല, ഒരിക്കലുമല്ല. ഇതാണ് വിഷയം. ചില ആളുകൾ പ്രവാചകന്റെ കാലത്ത്, മഹർഷിമാരുടെ കാലത്ത്, മഹായോഗികളുടെ കാലത്തെല്ലാം പഴച്ചാറുകൾ ഉപയോഗിച്ചിരുന്നുവല്ലോ, സ്വഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ ട്രോളുന്നതും കണ്ടു. സത്യത്തിൽ കാര്യങ്ങളെ, വസ്തുത നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. പഴച്ചാറിനെ കുറിച്ച് ഒരു അഭിപ്രായക്കേടും, നാച്ചുറൽ പഴം ഞെക്കിപ്പിഴിഞ്ഞ് പാത്രത്തിലാക്കി ഉപയോഗിക്കുന്ന പഴച്ചാറുകൾ, അല്ലെങ്കിൽ നാച്ചുറൽ പഴച്ചാർ അങ്ങനെ തന്നെ വായിലേക്കാക്കുകയോ, നാച്ചുറലായി നമുക്ക് കിട്ടുന്ന പഴങ്ങൾ, നാച്ചുറലായി ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന നീരുകൾ, അത് കുടിക്കുന്ന പഴയകാല അസീറാത്തുകൾ, പഴച്ചാറുകൾ, അതൊക്കെ രോഗികൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഒരഭിപ്രായവുമില്ല. അതെൻ്റെ ചർച്ചയിൽ വരുന്ന കാര്യവുമല്ല. അത്തരം ഹദീത്തുകളോ വചനങ്ങളോ മഹൽ വചനങ്ങളോ മഹർഷി വചനങ്ങളോ കാണാത്ത ഒരാളൊന്നുമല്ല ഞാൻ. നിങ്ങൾക്കതൊക്കെ അറിയാം.
അതൊന്നുമല്ല നിലവിലുള്ള ജ്യൂസ് എന്ന് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. അതൊന്നുമല്ല നിലവിലുള്ള ജ്യൂസ്. അത് നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം എന്താണത്. പിന്നെ സ്വാഭാവികമായി പറയുമ്പോൾ വരുന്ന ഒരു ഭാഷയിൽ നിന്ന് ഒരു കാര്യം എടുക്കുമ്പോൾ എന്താണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് ആ പ്രഭാഷണം മുഴുവനും കേട്ട ആൾക്ക് മനസ്സിലാവും. ഭാര്യയും ഭർത്താവും കൂടെ തർക്കിച്ച് കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് അവൾ കേൾക്കുന്ന മാത്രയിൽ അല്ലെങ്കിൽ നാലാൾ കേൾക്കുന്ന മാത്രയിൽ ഒരു കമൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അവളാകട്ടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി പറഞ്ഞു പെണ്ണല്ലേ നന്നാവില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അത് സ്വാഭാവികമായി ഈർഷ്യതയിൽ വരുന്ന ഒരു സംസാരമാണ്. ഇത് ഒരാൾ പിടിച്ചു കൊണ്ടുപോയി പെണ്ണല്ലേ, പെണ്ണ് നന്നാവില്ല എന്ന് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹതികൾ ഉണ്ടായിരുന്നു. രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഝാൻസി റാണി പെണ്ണല്ലേ, ഇന്ദിരാഗാന്ധി പെണ്ണല്ലേ, നഫീസത്തുൽ മിസ്രിയ പെണ്ണല്ലേ, റാബിയത്തുൽ അറബിയ പെണ്ണല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്തർത്ഥമാണ്? സ്ഥലകാല ബോധമില്ലാത്ത സംസാരം എന്നല്ലാതെ എന്ത് വിഷയത്തിലാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതാ പ്രഭാഷണത്തിൻ്റെ മുന്നും പിന്നും കേട്ടാൽ മാത്രമേ മനസ്സിലാവൂ. അല്ലാതെ ഒരു നിലക്കും പറയരുത്. അത് തികച്ചും മൗഢ്യമാണ് എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പഴച്ചാറുകളിലല്ല എൻ്റെ ചർച്ചയും എൻ്റെ സംസാരവും വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി ചർച്ചയേ ഇല്ല. മഹൽ വചനങ്ങളിലും പ്രവാചകഹദീസുകളിലും വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയുമില്ല. 2, ഹലാൽ ഹറാമിനെ കുറിച്ചുള്ള ഒരു സംസാരം ഞാനതിൽ നടത്തിയിട്ടുമില്ല. അതൊക്കെ വേറെ പറയേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയെടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ അതൊന്നും എൻ്റെ ചർച്ചയുമല്ല, വിഷയവുമല്ല, എൻ്റെ ഏരിയയുമല്ല എന്നും സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായ ഒരു കാര്യം, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഔഷധങ്ങൾ, നാം ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചുണ്ടായ ഒരു സംഗതിയല്ല. ആയിരക്കണക്കായ വർഷങ്ങളായി പ്രവാചകന്മാരും വലിയ സൂഫികളും വലിയ താപസരും വലിയ യോഗികളും വലിയ മുനിമാരും അവരെല്ലാം ദൈവിക വെളിപ്പാടുകളിലൂടെയും ധ്യാനങ്ങളിലൂടെയും നേടിയെടുത്ത, അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയ വളരെ കൃത്യമായ കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ചികിത്സയിലും നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലുമൊക്കെയായി ആയിരക്കണക്കായ വർഷങ്ങളായി വന്നിട്ടുള്ളത്. ഇത് ഈ വിഷയം പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എങ്ങനെ കഴിക്കണം, നമ്മൾ ഒരു രോഗത്തിന് എങ്ങനെ ചികിത്സിക്കണം, എങ്ങനെ മരുന്നുപയോഗിക്കണം, എന്ത് മരുന്നാവും എന്താവില്ല. ഇതൊക്കെ വളരെ നാച്ചുറലായി പ്രവാചകന്മാർ വഴി, വലിയ സൂഫികൾ വഴി, വലിയ കർമ്മയോഗികളായ താപസികൾ വഴി, വലിയ വലിയ യോഗികൾക്ക് കിട്ടിയ മഹാധ്യാനങ്ങൾ വഴി നമുക്ക് ലഭിച്ച് കരഗതമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള സകല കാര്യങ്ങൾക്കും വളരെ വലിയൊരു കൃത്യത ആയിരക്കണക്കായ വർഷങ്ങളിലുള്ളതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു പ്രവാചകന്മാരുടെ ടച്ചുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതിലെല്ലാം ഉണ്ട്. എല്ലാ കാര്യത്തിലും പ്രവാചകന്മാരുടെയും ഇത്തരം വലിയ കർമ്മയോഗികളുടെയും മഹർഷിമാരുടെയും ഒക്കെ ഒരു ടച്ച് നമുക്ക് ഏത് കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതാണ് അടിസ്ഥാനപരമായി നമ്മുടെ ഭക്ഷണത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും അടിസ്ഥാന ശാസ്ത്രം. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യക്കാരെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസിയായാലും ആയില്ലെങ്കിലും അറിഞ്ഞും അറിയാതെയും ഇത്തരമൊരു സ്വാധീനം ദൈനംദിന ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം വന്നിട്ടുണ്ട്. അറബികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരമ്പരാഗതമായി വന്നിട്ടുള്ള ഒരു ആരോഗ്യശാസ്ത്രമുണ്ട്. പ്രവാചക വൈദ്യമായിട്ടും മറ്റു അറബ് വൈദ്യമായിട്ടും ഒക്കെ വന്നിട്ടുള്ളത്. അതിലെല്ലാം കൃത്യമായി കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ആരോഗ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ദർശനമുണ്ട്. അതാണ് ആയുർവേദം. എന്താണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം? എന്താണ് ഈ അറബ് വൈദ്യശാസ്ത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനം? ഉള്ള ആയുസ് പരമാവധി ആരോഗ്യത്തോടുകൂടെ ഇരിക്കാൻ ആവശ്യമായ ക്രമത്തിലും രീതിയിലും ഭക്ഷണം കഴിച്ച് ചേരുവകൾ മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതാണ് അടിസ്ഥാനപരമായി അറബ് വൈദ്യശാസ്ത്രത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും മുഴുവനും അടിസ്ഥാന തത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്.
അത് ആയിരക്കണക്കായ വർഷങ്ങളായി നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിനിടയിൽ വന്നിട്ടുള്ള അപകടകരമായ ഒരു കാര്യം, യൂറോപ്പിന് കൃത്യമായും ഏഷ്യയുടെ മേൽ വന്നിട്ടുള്ള ഒരു അധിനിവേശം ആണ് ഒന്നാം ലോക മഹായുദ്ധത്താൽ വന്നു ചേർന്നിട്ടുള്ളത്. ഒന്നാം ലോക മഹായുദ്ധം എന്നത് AD 1914 ആരംഭിക്കുകയും AD 1917 അവസാനിക്കുകയും ചെയ്യുന്ന ഒന്നാം ലോക മഹായുദ്ധം കൃത്യമായും നമ്മൾ ഒരു പഠന വിധേയമാക്കിയാൽ യൂറോപ്യന്മാർ അല്ലെങ്കിൽ യൂറോപ്പിലെ ചില തൽപര കക്ഷികൾ ഏഷ്യൻ രാജ്യങ്ങളുടെ മേൽ നടത്തിയിട്ടുള്ള ഒരു ചതിയായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. അതുവഴി എന്തൊക്കെയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്? ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാനവ സമൂഹത്തിൻ്റെ വലിയൊരു ഭാഗമാണ് ഏഷ്യൻ രാജ്യങ്ങൾ. സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ വിളനിലമാണ്. എല്ലാവിധ ജീവിത മൂല്യങ്ങളുടെയും എല്ലാം നന്മയുടെയും വിളനിലമാണ് എക്കാലത്തെയും ഏഷ്യൻ രാജ്യങ്ങൾ. ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള അധിനിവേശം, യൂറോപ്പിലെ ചില തൽപര കക്ഷികളുടെ അധിനിവേശം, അതിന് ചരട് വലിക്കുകയായിരുന്നു സത്യത്തിൽ യൂറോപ്പിലെ ചില താല്പര്യക്കാർ ഈ ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും അതിൻ്റെ പിന്നിൽ നിന്നത് AD 1897 സംസ്ഥാപിതമായ സിയോണിസമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. സിയോണിസം നേരിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇടപെടുന്നില്ലെങ്കിലും സിയോണിസത്തിൻ്റെ വലിയ ചതികൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം, ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായി, വലിയ ആപത്തുണ്ടായി, വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി, വലിയ ആപത്ത് സംഭവിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾക്കാണ്. അതിൻ്റെ മുഴുവനും പിന്നിൽ ചരട് വലിച്ചത് AD 1897 ഉണ്ടായിട്ടുള്ള സിയോണിസമാണ്. ഇനി സിയോണിസത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊത്തം ജൂതന്മാരും സിയോണിസം അംഗീകരിക്കുന്നില്ല. മൊത്തം ജൂതന്മാരും സിയോണിസ്റ്റുകളുമല്ല. ഇനി സിയോണിസത്തിൽ തന്നെ ഉള്ള ചില സാധുക്കളായ സിയോണിസ്റ്റുകൾ ഉണ്ടാകും. മുന്നിൽ പറയുന്നവർ, ബാക്കിൽ നിന്ന് സിന്ദാബാദ് വിളിക്കുന്നവരെ പോലെയുള്ള ആളുകൾ. അവർക്കും ഇതിൻ്റെ മുഴുവനും കാര്യങ്ങൾ അറിഞ്ഞോളണം എന്നുമില്ല. എന്നാൽ അതിൻ്റെ പിന്നിൽ ചില കോർപ്പറേറ്റ് താല്പര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കോർപ്പറേറ്റുകൾ ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി എന്ത് ചെയ്തു? ഏഷ്യൻ രാജ്യങ്ങളെ സമൂലമായി മാറ്റിമറിച്ചു. ഭക്ഷണഘടനയിൽ, ജീവിത ശൈലിയിൽ, ആരോഗ്യശാസ്ത്രങ്ങളിൽ, വിദ്യാഭ്യാസത്തിൽ, മറ്റു ജീവിത മൂല്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ, ഭാഷകളിൽ, ഇടപാട് ബന്ധങ്ങളിൽ അത് അനുസ്യൂതം മാറ്റങ്ങൾക്ക് വിധേയമായി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം കേവലം ആധുനികതയുടെ ഒരു പരിണിതിയല്ലേ എന്നു നിങ്ങൾ ധരിക്കരുത്. അങ്ങനെയല്ല. അതിൻ്റെ പിന്നിൽ കൃത്യമായ ചില അജണ്ടകൾ ഉണ്ടായിരുന്നു കോർപ്പറേറ്റുകൾക്ക് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടൊന്നും ശ്രമിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് എൻ്റെ ജൂത പരാമർശത്തിൻ്റെ ഒന്നാം ഭാഗമുള്ളത്. ഞാൻ താത്വികമായി ആ കാര്യത്തെ വിലയിരുത്തുകയാണ്. അതിൻ്റെ ലാഭം മുഴുവനും കൊയ്തതും അവരാണ്. ഈ മാറ്റങ്ങളിലും കരുതിക്കൂട്ടി സിയോണിസ്റ്റ് ലോബി ചരട് വലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതെല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആ രംഗത്താണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി സമീപിക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഭക്ഷണം, പാനീയം, വിദ്യാഭ്യാസം, കല, സാഹിത്യം, മരുന്നുകൾ, വേഷവിധാനങ്ങൾ, ഭാഷകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ നാശോന്മുഖമായ വ്യത്യാസങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏഷ്യൻ രാജ്യങ്ങൾക്ക് വന്നിട്ടുണ്ട്, സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് ചരിത്രം പഠിക്കുന്ന, വസ്തുതകളെ മനസ്സിലാക്കി പഠിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയും. ഇനി നമുക്ക് ജ്യൂസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. എന്താണ് ജ്യൂസിൻ്റെ ചരിത്രം? അടിസ്ഥാനപരമായി ആരാണ് ജ്യൂസ് ഉണ്ടാക്കിയത്? പുരാതന കാലത്തെ പഴച്ചാറുകൾ നമ്മുടെ രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ അതിൻ്റെ ആവശ്യത്തിന് ആളുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ആ ജ്യൂസല്ല ഇന്ന് നിലനിൽക്കുന്ന ജ്യൂസ്. അത് വളരെ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള ഒരവസ്ഥ അതിന് വന്നിട്ടുണ്ട്. ജ്യൂസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചരിത്രപരമായി തന്നെ ജ്യൂസ് ആദ്യമായി ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ജൂതന്മാരാണ് എന്ന് കണ്ടെത്താൻ കഴിയും. Demis.com വെബ്സൈറ്റിൽ ഹെർബ് ആൻഡ് ഹെൽത്തി ഫുഡ് സ്പെഷ്യലിസ്റ്റായ
പാറ്റ് ക്രോക്കർ എന്ന വനിത എഴുതിയ അവരുടെ ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ആരാണ് ചരിത്രത്തിൽ ആദ്യമായി ജ്യൂസ് ഉപയോഗിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് അതിലുണ്ട്. BC 150 ഇസ്രായേലിലെ വെസ്റ്റ് ബാങ്കിലുള്ള ജൂദായൽ മരുഭൂമിയിലെ കുമ്രാൻ ഗുഹയിൽ നിന്നും കണ്ടെടുത്ത പുരാതന കൃതിയായ ഡെഡ് സീ സ്ക്രോളേഴ്സ് എന്ന കൃതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഉറുമാൻ പഴവും അത്തിപ്പഴവും ഇടിച്ച് മിശ്രിതമാക്കി ഇസ്രായേലിലെ പുരാതന ജൂതഗോത്രമായ യെസനീൻസ് കഴിക്കാറുണ്ടായിരുന്നു എന്നാണ്. BC 150 ജൂതന്മാരിൽപ്പെട്ട യെസനീൻസ് ഗോത്രമാണ് ജ്യൂസ് കഴിച്ച് ചരിത്രത്തിൽ ഇടം നേടിയതെന്നാണ് ജ്യൂസിൻ്റെ ചരിത്രത്തെ പഠിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും ഇതുവരെ ലഭ്യമായ ചരിത്രരേഖകളിൽ പ്രധാനപ്പെട്ട ഒരു രേഖ. ഇതാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിൽ നിന്നാണ് അടിസ്ഥാനപരമായി അത് വരുന്നത്. എന്നാൽ അത് പഴച്ചാറുകളാണ്, അതിനൊരു വ്യത്യാസവും ഇല്ല, അതിനൊരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഞാൻ ഇസ്രായേലിൽ നിന്നാണ് അത് വന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ കാര്യമല്ല. ആധുനിക പഠന റിപ്പോർട്ടുകളും അതിൽ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇനി ആധുനിക ജ്യൂസിലേക്ക് വരാം. ആരാണ് ആധുനിക ജ്യൂസിൻ്റെ പിതാവ്? ആധുനിക ജ്യൂസിൻ്റെ ചരിത്രം കൃത്യമായി പറഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത്. 1-ാം ലോക മഹായുദ്ധം 1917 അവസാനിക്കുന്നു. ആധുനിക ജ്യൂസിന്റെ ചരിത്രം 1918 ആരംഭിക്കും. അതേക്കുറിച്ച് ഗൗരവമായി പഠനം നടത്തിയ അനവധി ഉന്നതന്മാർ അവരവരുടെ പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ഞാൻ പറയാം. മസാച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ 10 വർഷം പ്രൊഫസറായിരുന്ന, നാസയുടെ ഫെലോഷിപ്പ് അവലോകകനായ, ഇപ്പോൾ വെസ്റ്റ് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായ ക്രിസ്റ്റഫർ എസ് ബെയ്ഡ് പറയുന്നത് നിങ്ങൾ നോക്കുക. ആധുനിക ജ്യൂസിൻ്റെ പിതാവ്, സംസ്ഥാപകൻ, ഫൗണ്ടർ നോർമൻ W. വാക്കറാണ്. അദ്ദേഹം യൂറോപ്പിൽ ജൂത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ പിറന്നു. പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി. ഇതാണ് ആധുനിക ജ്യൂസിൻ്റെ ചരിത്രം. അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അദ്ദേഹമാണ് ജ്യൂസിന് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി മെഷീൻ ഉണ്ടാക്കിയത്. ആദ്യത്തെ ജ്യൂസ് മെഷീൻ്റെ ഉപജ്ഞാതാവ്, സംസ്ഥാപകൻ, കണ്ടെത്തിയ ആള് നോർമൻ W. വാക്കറാണ്. എന്താണ് ഈ ജ്യൂസ് മെഷീൻ കൊണ്ടുവന്ന ഈ ജ്യൂസ് സംവിധാനത്തിലൂടെ, ആ ജ്യൂസ് ഉപയോഗിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് വന്നു ചേർന്നത്? പഴങ്ങൾക്കുള്ള പ്രത്യേകതകൾ, പഴങ്ങളുടെ അടിസ്ഥാനപരമായ ഗുണങ്ങൾ ഈ ജ്യൂസ് ഉപയോഗിക്കുന്നതോടുകൂടെ മനുഷ്യന് നഷ്ടമായി. പകരം ധാരാളമായി അതുകൊണ്ട് കേടുകളും രോഗങ്ങളും വന്നു ചേർന്നു. അതിൻ്റെ ഗുണമോ ലഭിച്ചില്ല, ധാരാളം കേടുകളുണ്ടായി. പഴങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവ എന്നത് ഫൈബേഴ്സാണ്, നാരുകൾ. മാത്രമല്ല മനുഷ്യന് ആവശ്യമായ നാച്ചുറൽ ഷുഗർ പഴത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് താൻ. ഇത് ഈ ജ്യൂസ് മെഷീൻ ഉപയോഗിക്കുന്നതോടുകൂടെ, ആധുനിക ജ്യൂസ് ഉപയോഗിക്കുന്നതോടുകൂടെ, മെഷീൻ ഉപയോഗിക്കുന്നതിലൂടെ വരുന്ന ജ്യൂസിലൂടെ നഷ്ടമായി തീർന്നു. പകരം എന്തൊക്കെയാണ് വന്നു ചേരുന്ന രോഗങ്ങൾ? അതേക്കുറിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് അമിതവണ്ണം, ശരീരഭാരം വർദ്ധിക്കുക, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, പ്രമേഹം എന്നിവയുള്ള അനവധി രോഗങ്ങൾ ഇത്തരം ജ്യൂസുകൾ ഉപയോഗിക്കുന്നത് വഴി വന്നു ചേരും എന്നാണ്. മാത്രമല്ല ആരോഗ്യത്തിന് ഏറെ ആവശ്യമുള്ള നാരുകൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്. അതിൽ ഇത് രണ്ടും, ഈ പഴങ്ങളിൽ നിന്നും ഇത് ജ്യൂസായി ഉപയോഗിക്കുമ്പോൾ ഈ നാരുകൾ അശേഷം ഇല്ലാതെയാവും. എന്തുകൊണ്ടെന്നാൽ ജ്യൂസ് മെഷീനിൽ അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പൂർണ്ണമായും അതിൻ്റെ ചണ്ടി ഒഴിവാക്കിയാണ്, അതിനെ പൂർണ്ണമായും അടിച്ചൊഴിവാക്കിയാണ് ആ ജ്യൂസ് കഴിക്കുന്നത്. സ്വാഭാവികമാണല്ലോ. അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അതു കാരണം ഫൈബേഴ്സ് യാതൊരു കാരണവശാലും ജ്യൂസ് ഉപയോഗിക്കുന്ന ആൾക്ക് ലഭിക്കുകയില്ല. ഒരു ആപ്പിൾ കഴിച്ചാൽ നാരുകൾ, ആ ആപ്പിളിലുള്ള നാരുകൾ, ഫൈബേഴ്സ് ശരീരത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കും. അതേ സമയത്ത് ഒരു ആപ്പിൾ ജ്യൂസ് കഴിച്ചാൽ ശരീരത്തിൽ പഞ്ചസാര ക്രമാതീതമായി വർദ്ധിക്കും, പ്രമേഹം വർദ്ധിക്കും എന്ന് ആധുനിക പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. തത്സംബന്ധമായ സൈറ്റുകൾ പരിശോധിച്ചാൽ ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ PA കരീമിൻ്റെ ഭക്ഷണം നല്ലതും ചീത്തയും എന്ന പുസ്തകം
പഴങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന അധ്യായം ഈ 66-ാമത്തെ പേജ്. ധാരാളം ഇത്തരം പഴവർഗ്ഗങ്ങളെക്കുറിച്ചും മറ്റും വളരെ പഠനം നടത്തിയ, ഗവേഷണ പഠനം നടത്തിയ നമ്മുടെ ആധുനിക ഡോക്ടർമാരിൽ, പ്രകൃതി ഡോക്ടർമാരിൽ ഏറ്റവും പ്രധാനിയാണ് ഡോക്ടർ പി എ കരീം. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നല്ലതും ചീത്തയും എന്ന ഗ്രന്ഥത്തിൽ പഴങ്ങൾ എന്തുകൊണ്ട് അനുഭവേദ്യമാകുന്നു, എന്തുകൊണ്ടാണ് പഴങ്ങൾ മനുഷ്യന് ആരോഗ്യദായകവും മനുഷ്യന് സന്തോഷകരവുമാകുന്നു എന്ന് പഠനം നടത്തി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പഴങ്ങൾക്ക് അടിസ്ഥാനപരമായി ചില ഗുണങ്ങളുണ്ട്, ചില കാരണങ്ങളുമുണ്ട്. ഒന്ന്, പഴങ്ങൾക്കെല്ലാം നല്ല സൗന്ദര്യമാണ്. ജീവികളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ നാച്ചുറലായി അതിന് നൽകിയതാണ്. എല്ലാ തരം ജീവികളെയും പഴത്തിലേക്ക് ആകർഷിക്കും. രണ്ട്, പഴവർഗ്ഗങ്ങൾക്കെല്ലാം നല്ല സുഗന്ധമാണ്. സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി നാം അതിൻ്റെ അടുത്തു ചെല്ലുമ്പോൾ സുഗന്ധത്തിലൂടെ തന്നെ സ്വന്തമാക്കാൻ കൽപ്പിക്കുകയാണ് പഴങ്ങൾ. നാച്ചുറലായി തന്നെ നീ എന്നെ സ്വന്തമാക്ക് എന്ന പഴങ്ങൾ അനുവാചകനോട് കൽപ്പിക്കുന്നത് പോലെയാണ്. മൂന്ന്, സൗന്ദര്യവും സുഗന്ധവും വഴി സ്വന്തമാക്കപ്പെട്ട പഴങ്ങൾ വായിൽ വെക്കുമ്പോൾ മാധുര്യവുമാണ്. അത് തിന്നാതിരിക്കാൻ ആർക്ക് കഴിയും? അത് നാച്ചുറൽ, ആ പഴത്തിന് ആവശ്യമായ നാച്ചുറൽ ഷുഗർ, വളരെ ഗുണകരമായ നാച്ചുറൽ ഷുഗർ പടച്ച തമ്പുരാൻ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോ പഴങ്ങളുടെയും അത് ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് ലഭിക്കുന്ന മധുരത്തിൻ്റെ രുചി വ്യത്യസ്തമാണ്. ആ പഴം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന് വേണ്ട വിധത്തിലുള്ള തരത്തിലുള്ള മധുരമാണ്, ഷുഗറാണ് വളരെ നാച്ചുറലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ അതിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. 4, പഴങ്ങൾ എളുപ്പം ദഹിക്കുന്നു. എളുപ്പം ദഹിക്കുന്നതെല്ലാം നല്ല ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും. അപ്പോൾ പഴങ്ങൾ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളാണ്, എല്ലാം അതിലുണ്ട്, നാച്ചുറൽ ഷുഗറുമുണ്ട്, ശരീരത്തിന് അത് വളരെ ഗുണകരമാണ് രോഗിയല്ലെങ്കിൽ. 5, പഴങ്ങൾ തിന്നാൽ ക്ഷീണമില്ല, അധികം തിന്നാനും കഴിയില്ല. ആവശ്യത്തിനുള്ള പോഷകം എളുപ്പത്തിൽ ലഭിക്കുന്നത് കൊണ്ടാണ് മടുപ്പ് വന്നത്. പഴങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് മടുപ്പ് വരും. എന്തുകൊണ്ട്? അത് നമ്മുടെ ഉള്ളിലുള്ള സിസ്റ്റം നമ്മെ അറിയിക്കുകയാണ്, ആവശ്യത്തിനുള്ള പോഷകം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് എളുപ്പം മടുപ്പ് വരുന്ന ഭക്ഷണ പദാർത്ഥമാണ് പഴം. എന്തുകൊണ്ട്? മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാച്ചുറലായി നാം പഴം ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ പോഷകങ്ങൾ എളുപ്പത്തിൽ വ്യക്തിക്ക് കൊടുക്കാൻ പഴത്തിന് കഴിയും. 6, പഴങ്ങൾ ദാഹം ഉണ്ടാക്കുന്നില്ല. പഴങ്ങളോടൊപ്പം ഉപ്പും മുളകും പുളിയും അകത്തേക്ക് കടത്തിവിടേണ്ടതില്ല. 7, പഴങ്ങൾക്ക് ഉയർന്ന രോഗപ്രതിരോധ ശക്തിയുണ്ട്. അതേസമയം ജ്യൂസ് രോഗം നിർമ്മിക്കുന്ന സാധനമാണ്. ഇത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. പഴങ്ങൾക്ക് ഉയർന്ന രോഗപ്രതിരോധ ശക്തിയുണ്ട്. ഒരു വ്യക്തിയിൽ രോഗമുണ്ടെങ്കിൽ തന്നെ അത് അയാൾ കഴിക്കുമ്പോൾ, പഴമായി കഴിക്കുമ്പോൾ അയാളിലുള്ള രോഗത്തെ പ്രതിരോധിക്കാൻ ഈ പഴത്തിന് കഴിയും. അതേ സമയത്ത് ജ്യൂസ് ആയാൽ എന്താണ് സംഭവിക്കുക? രോഗത്തെ പ്രതിരോധിക്കുകയില്ല എന്ന് മാത്രമല്ല, രോഗങ്ങളെ ഇത് സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യും എന്ന് പിന്നീട് വിശദീകരിക്കും. പഴങ്ങൾ കൂടുതലായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു നാട്ടിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചാൽ ഉടൻ തന്നെ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ ആ ആളിൽ പകർച്ചവ്യാധികൾ പിടിപെടില്ല. ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടായാൽ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പകർച്ചവ്യാധി ഉണ്ടാവില്ല. ഡോക്ടർ പി എ കരീമിൻ്റെ പഠന റിപ്പോർട്ട്. പഴങ്ങൾ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ കൂടിയ അളവിൽ പുറം തള്ളുന്നു. ജ്യൂസ് പരമാവധി മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ കാരണമാകും. അത് പിന്നീട് വിശദീകരിക്കും. ഡോക്ടർ പി എ കരീമിൻ്റെ ഭക്ഷണം നല്ലതും ചീത്തയും എന്ന പുസ്തകം. ഈ പഴങ്ങൾ കടിച്ച് കഴിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള പഴങ്ങൾ, ഈ കടിച്ച് കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ കടിച്ച് തന്നെ കഴിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, അതല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആപത്തുകൾ. യോഗാചാര്യ ഗോവിന്ദൻ നായരുടെ ആരോഗ്യവും ദീർഘായുസ്സും എന്ന പുസ്തകമാണ് DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ആഹാരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ, ഇതിൻ്റെ 33-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഭക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ പറയുന്നുണ്ട്. വളരെ ദീർഘമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ ദൈർഘ്യം ഭയന്ന് ചുരുക്കി ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കാം. 1,
ആഹാരത്തെക്കുറിച്ച് സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ. 1, വിശപ്പില്ലാത്തപ്പോൾ ഒരിക്കലും ഒന്നും ഭക്ഷിക്കാതിരിക്കുക. 2, ഭക്ഷണത്തിന് അളവ് ചുരുക്കുകയും അത് കഴിക്കാനുള്ള സമയം കൂട്ടുകയും ചെയ്യുക. 3, കടിച്ചു ചവച്ച് വെള്ളം ആക്കാത്ത യാതൊന്നും വയറ്റിലേക്ക് പോകാതെ സൂക്ഷിക്കുക. കടിച്ചു ചവച്ച് കഴിക്കേണ്ട സാധനങ്ങൾ പരമാവധി അത് കടിച്ച് ചവച്ച് വെള്ളമാക്കാത്ത യാതൊന്നും വയറ്റിലേക്ക് പോകാതെ സൂക്ഷിക്കുക. 4, ജലമയമായ ഭക്ഷണദ്രവ്യങ്ങളും വായിൽ കുറച്ചു നേരം വെച്ചിരുന്ന് ഉമിനീരുമായി കലർത്തി അവയുടെ സ്വാദ് ആസ്വദിച്ചതിന് ശേഷം ഇറക്കുക. ജലമയമായ ഭക്ഷണദ്രവ്യങ്ങളും വായിൽ കുറച്ചു നേരം വച്ചിരുന്ന് ഉമിനീരുമായി കലർത്തിയിട്ടാവണം ജലമയമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും അന്നനാളത്തിലൂടെ താഴേക്ക് ഇറക്കേണ്ടത്. 5, വെള്ളം തിന്നുക, ഭക്ഷണം കുടിക്കുക. യോഗാചാര്യ ഗോവിന്ദൻ നായരുടെ ആരോഗ്യവും ദീർഘായുസ്സും എന്ന പുസ്തകം. നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന വസ്തുതകളൊന്നും നമ്മുടെ ഈ വിധമുള്ള ജ്യൂസ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായ പഴച്ചാറുകളും അങ്ങനെയല്ലേ? സ്വാഭാവികമായ പഴച്ചാറുകൾ അങ്ങനെയാണെങ്കിലും അതിൽ നാച്ചുറലായ പഴച്ചാറുകളായത് കൊണ്ട് അതിൻ്റെതായ മൂല്യം അത് നിലനിർത്തും എന്ന് പറയാം. എന്നാൽ ആധുനിക ജ്യൂസ് അങ്ങനെയുമല്ല. അതുമാത്രമല്ല, ഉമിനീരിൽ കൂട്ടി കഴിക്കേണ്ട ഈ പഴവർഗ്ഗങ്ങൾ, ആപ്പിള് ഉമിനീര് കൂട്ടി നല്ല പോലെ അത് പച്ചവെള്ളം പോലെയാക്കി നമ്മൾ കഴിക്കേണ്ടതാണ്. ഉമിനീരിനെ പറ്റി അദ്ദേഹം നടത്തുന്ന പഠനം നോക്കൂ. ഈ ഗ്രന്ഥത്തിൻ്റെ 83-ാമത്തെ പേജിൽ അരി, ഗോതമ്പ്, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന അഥവാ സ്റ്റാർച്ച് ഭക്ഷണ സാധനങ്ങൾ ശരീരത്തിന് ഉപയുക്തമായി തീരണമെങ്കിൽ അത് ഗ്ലൂക്കോസായി രൂപാന്തരപ്പെടണം. ഈ കാർബോഹൈഡ്രേറ്റ് അത് ശരീരത്തിന് ഉപയുക്തമാകണമെങ്കിൽ അത് ഗ്ലൂക്കോസായി രൂപാന്തരപ്പെടണം. ഈ രൂപാന്തര പ്രക്രിയ ആരംഭിക്കുന്നത് വായിലാണ്. ഭക്ഷണ സാധനങ്ങളുടെ സമ്പർക്കത്തിൽ വായിൽ ഊറിക്കൂടുന്ന ഉമിനീർ എന്ന അത്ഭുതകരമായ ദ്രാവകത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് അരഞ്ഞു ചേർന്ന് രസായന പരുവത്തിലാകുമ്പോഴാണ് ഗ്ലൂക്കോസിൻ്റെ ആദ്യ രൂപമായ മാൾട്ടോസ് ആയി മാറുന്നത്. ഈ മാൾട്ടോസ് ലിവറിൻ്റെയും പാൻക്രിയാസിൻ്റെയും സഹായത്താൽ പിന്നീട് ഗ്ലൂക്കോസ് ആയിത്തീരുന്നു. ഗ്ലൂക്കോസ് ആണ് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത്. ഉമിനീർ അരിഞ്ഞു ചേരാത്ത സ്റ്റാർച്ച് ശരീരത്തിന് ദോഷമല്ലാത്ത ഒരു ഗുണവും ചെയ്യുന്നതല്ലെന്ന് നാം മനസ്സിലാക്കണം. ഉമിനീർ അലിഞ്ഞു ചേരാത്ത ഒരു സാധനവും ഉമിനീർ ഉപയോഗിച്ച് കഴിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീർ ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിച്ചാൽ വരുന്ന അപകടങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഉമിനീരിൻ്റെ ഔഷധ ഗുണങ്ങളും അതിലടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളും രസതന്ത്രശാസ്ത്രം ഇന്നുവരെ കണ്ടുപിടിച്ച് പൂർത്തിയായിട്ടില്ലെന്നർത്ഥം. ട്യൂമറിനും ക്യാൻസറിനും വരെ ഉമിനീർ ഔഷധമാണെന്ന് ഭാവിയിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ തന്നെയും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് ഒരു ഡോക്ടർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത്രത്തോളം മഹത്തായ ഒരു സാധനമാണ് ഉമിനീർ. അനന്യലഭ്യവും ഔഷധ പ്രാധാന്യവുമുള്ളതുമായ ഉമിനീര് നാം വേണ്ട വിധം വിനിയോഗിക്കുന്നില്ലെന്നുള്ളതും പല രോഗത്തിനും കാരണമായി തീരുന്നുണ്ട്. അഥവാ ഒരിക്കലും ആധുനിക ജ്യൂസ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണ ഉപയോഗത്തിൽ അങ്ങനെ ഉണ്ടാകാറില്ല. മറ്റു ചില ദോഷങ്ങളും അതിനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പട്ടി, പൂച്ച, പശു മുതലായ വീട്ടുമൃഗങ്ങൾക്ക് അവയ്ക്ക് അസുഖം ബാധിച്ച ശരീരഭാഗങ്ങളിൽ നക്കുന്നത് നാം കണ്ടിരിക്കും. നാക്കുകൊണ്ട് ഉമിനീർ പുരട്ടി അവിടെ തിരുമ്മൽ ചികിത്സയാണ് വാസ്തവത്തിൽ അവ ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം. കൈവിരൽ പൊള്ളിയാലും മുറിഞ്ഞാലും ചിലർ ആ വിരൽ വായിൽ വെച്ച് ഉമിനീര് പുരട്ടാറുണ്ട്. പൊള്ളലിനും മുറിവിനും ഇതൊരു മരുന്നാണെന്ന വസ്തുത പലർക്കും അറിയില്ല. ഹോറേസ് ഫ്ലെച്ചർ എന്ന ഒരാൾ അമേരിക്കയിൽ ഒരു ആശുപത്രി സ്ഥാപിച്ചു. ഏത് രോഗിക്കും അവിടെ രണ്ട് മരുന്നേ ഉള്ളൂ. ഒന്ന്, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണം കടിച്ചു ചവച്ചു കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അത് പരിശോധിക്കാൻ ഓരോ രോഗിയുടെയും അടുത്ത് ഓരോ നഴ്സുണ്ടായിരിക്കും. രണ്ടാമത്തെ മരുന്ന്,
ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരണമായ വ്യായാമമുറ നടത്തുക. ഉമിനീരിൽ അരഞ്ഞു ചേരാത്ത യാതൊരു സാധനവും തൊണ്ടയ്ക്കു താഴെ ഇറങ്ങിപ്പോകാൻ അനുവദിക്കില്ലെന്നതൊരു വ്രതമെടുത്താൽ മാത്രം മതി പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും രോഗങ്ങളൊന്നും വരാതിരിക്കാനും. ഇതൊന്നും ജ്യൂസ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നടപ്പുള്ള കാര്യമല്ല. ജ്യൂസ് ഉപയോഗത്തിൽ ഇത്തരം കാര്യങ്ങളില്ല. ഇതൊക്കെ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ആചാര്യന്മാരും മഹാന്മാരും ഇതെല്ലാം വളരെ വ്യക്തമായി, ഭക്ഷണത്തെക്കുറിച്ച് പഠനം നടത്തിയവരും സൂഫികളും ഇതെല്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമാണോ? പ്രഗത്ഭ ആരോഗ്യ ഉപദേശകനായ ഡോക്ടർ രാജേഷ് കുമാർ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക. കാരണം ഫ്രൂട്ട്സിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ബെനിഫിഷ്യലാണ്. പക്ഷേ നിങ്ങൾ ഫ്രൂട്ട്സ് ഒരിക്കലും ഫ്രൂട്ട് ജ്യൂസ് ആക്കി കഴിക്കരുത്. ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫൈബർ കംപ്ലീറ്റ് അരഞ്ഞു പോകും. നമ്മുടെ ശരീരത്തിലേക്ക് ജ്യൂസ് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുകയും രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. ഇത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ കൊഴുപ്പായിട്ട് മാറുകയും രക്തത്തിൽ ഉയർന്ന അളവിലുള്ള പ്രമേഹ രോഗം വരികയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ ചവച്ച് അരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിലേക്ക് എത്തുന്ന ഫൈബറുകൾ നമ്മുടെ പഴങ്ങളുടെ ദഹനം സ്ലോ ആക്കുന്നു. ഇത് നമ്മുടെ രക്തത്തിൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ ഉയർത്തുകയില്ല. ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള പഴവർഗ്ഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭൂരിപക്ഷം പഴങ്ങളും. എന്നാൽ ജ്യൂസ് ആക്കിയാലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ അധികം ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാലോ ഇത് നമ്മുടെ രക്തത്തിലുള്ള ഷുഗർ ലെവൽ വല്ലാണ്ട് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ പഴുത്ത പഴം ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹ രോഗം മാറുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. പ്രഗത്ഭ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ രാജേഷ് കുമാർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇതൊക്കെ പറഞ്ഞും ലോകത്തിന് ബോധ്യപ്പെടുത്തിയും പണ്ഡിതന്മാരിൽ നിന്നും ഗവേഷകന്മാരിൽ നിന്നും പഠിച്ചാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഇനി അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് AAP പുറത്തുവിട്ട ജ്യൂസിനെ കുറിച്ചുള്ള അവരുടെ പഠന റിപ്പോർട്ട് ഞാൻ വായിക്കാം. ആർക്കും അതെല്ലാം ലഭ്യമാണ്. എല്ലാ മാതാപിതാക്കളും ഫ്രൂട്ട് ജ്യൂസ് നല്ല ആരോഗ്യദായകമായ സാധനമാണെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആരാ പറയുന്നത്? AAP. അത് പക്ഷേ ഫ്രഷ് ഫ്രൂട്ടിനുള്ള ഒരു പകരക്കാരനല്ല. ഫ്രഷ് ഫ്രൂട്ട്സിൽ നാച്ചുറൽ ഷുഗറും വേറെ കലോറീസും ധാരാളമുണ്ട്. അത് അതേപടി തിന്നുമ്പോൾ നമുക്ക് അത് ഏറ്റവും ഗുണം കിട്ടുന്നത് അതിൻ്റെ നാരിൽ നിന്നാണ്. നാരുകൾ പഴമായി കഴിക്കുമ്പോൾ അതിലെ നാരുകൾ നമ്മുടെ ശരീരത്തിനും കുടലിനും ആരോഗ്യത്തിനും വളരെ ഗുണപ്രദമാണ്. എന്നാൽ അത് ഫ്രൂട്ട് ജ്യൂസായി ഉണ്ടാക്കുന്നതിൽ പൂർണ്ണമായി നമുക്ക് നഷ്ടപ്പെടുന്നു. പഠന റിപ്പോർട്ട് പഴത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഫൈബേഴ്സാണ്. അതിൻ്റെ നാച്ചുറൽ ഷുഗർ മാത്രമല്ല ഫൈബേഴ്സ്. ഈ ഫൈബേഴ്സിൽ നിന്നാണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത്. എല്ലാ ഉന്മേഷവും പഴത്തിൽ ലഭിക്കുന്നത് അതിൻ്റെ ഫൈബേഴ്സിൽ നിന്നാണ്, ആരോഗ്യവും എല്ലാം. എന്നാൽ അത് ഫ്രൂട്ട് ജ്യൂസായി കഴിക്കുമ്പോൾ പൂർണ്ണമായി അത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ആരുടെ പഠന റിപ്പോർട്ടാണ്? അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് AAP. അറബ് വൈദ്യത്തെക്കുറിച്ചും ഭക്ഷണ രീതികളെക്കുറിച്ചും വളരെ പഠനം നടത്തിയ ആളുകൾ, പണ്ഡിതന്മാർ, എല്ലാ മതവിഭാഗത്തിലുമുള്ള പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തൻ്റെ കിതാബ് തിബ്ബുൻ നബവിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വഅമ്മ ശുർബു അലൽ റീഖി വഅഖബൽ ഹർകതി വൽ ജിമാഇ വഅലൽ ഫാകിഹ ഖുസൂസൻ അൽ ബതീഖ് ഫറദീഉൻ ജിദ്ദൻ. ആരാ പറയുന്നത്? സാക്ഷാൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി. ഇതേ അഭിപ്രായം തിബ്ബുൻ നബവിയിൽ ഇതേ അഭിപ്രായം ഹാഫിദ് ഇബ്നുൽ ഖയ്യിമും പറയുന്നുണ്ട്. ഇതേ അഭിപ്രായം തിബ്ബിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഇതേ അഭിപ്രായം ഹാഫിദ് ഇബ്നുൽ ഖയ്യിമും പറയുന്നുണ്ട്. ഇത് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി പറയുകയാണ്. വഅമ്മ ശുർബു അലൽ റീഖി വഅഖബൽ ഹർകതി വൽ ജിമാഇ വഅലൽ ഫാകിഹ. പല കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, പഴങ്ങളോട് കൂടെ വെള്ളം ഉപയോഗിക്കുക എന്ന കാര്യം ഫറദീഉൻ ജിദ്ദൻ, അതേറെ മോശപ്പെട്ട കാര്യമാണ്. അത് ശരീരത്തിന് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുക. പഴത്തിൻ്റെ കൂടെ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണത്തിലേറെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. കേരളത്തിൽ
മലയാളക്കരയിലെ നിമിഷ കവിയും പണ്ഡിതനും ഒരു ഇസ്ലാമിക പണ്ഡിതനും ആരോഗ്യത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും വളരെ ഗഹനമായി പഠനം നടത്തിയ 1921 ജനിച്ച് 1999 മരണപ്പെട്ട സൂഫിയായ വലിയ മഹാനായ മഹാപണ്ഡിതനായ തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥമാണ് ഇത്. എന്താണ് പഴത്തിൽ വെള്ളം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കൂ. പഴം തിന്ന് തൽക്ഷണം വെള്ളവും കുടിക്കല്ലേ, കുടലിനു കേടാ സോദര ചെയ്യല്ലേ, ബുസ്താനിലുണ്ടത് നോക്കിയാൽ കാണുന്നതാ, ഇതുപോലെ പലതും അറിയുവാൻ അതിലുള്ളതാ, ഒന്നിച്ചു മീനും മുട്ടയും തിന്നല്ലേ, പല രോഗം ഇതിനാൽ വന്നിടും കളിയല്ലേ. പ്രഗത്ഭ പണ്ഡിതനായ ആരോഗ്യത്തെക്കുറിച്ചും രോഗമുക്തിയെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും വളരെ പഠനം നടത്തിയ വലിയ പണ്ഡിതനായ, അതേ കൂടെ തന്നെ ഇസ്ലാമിക കാര്യങ്ങളിൽ വലിയ അവഗാഹവുമുള്ള വലിയ സൂഫിയായ മഹാപണ്ഡിതനായിരുന്നു തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി. 1921 ജനിച്ചു, 1999 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാനിവിടെ തത്വസംഹിത എന്ന അധ്യായത്തിലാണ് ഇതുള്ളത്. തത്വങ്ങൾ പറയുന്ന തത്വസംഹിത എന്ന അധ്യായത്തിൽ അദ്ദേഹം കുറിക്കുകയാണ്, പഴം തിന്ന് തൽക്ഷണം വെള്ളവും കുടിക്കല്ലേ, കുടലിനു കേടാ സോദരാ ചെയ്യല്ലേ. അഥവാ പഴവും വെള്ളവും തമ്മിൽ യോജിക്കില്ല. പഴം വെള്ളത്തോടു കൂടെ യോജിക്കുന്ന കാര്യമല്ല, അത് നിന്റെ ശരീരത്തിന് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കി വെക്കുക. പഴയകാല പഴച്ചാറുകളെ പറ്റിയല്ല ഈ പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം കോർപ്പറേറ്റുകൾ വികസിപ്പിച്ചു കൊണ്ടുവന്ന ആധുനിക ജ്യൂസുകൾ, ആ ആധുനിക ജ്യൂസുകളിൽ ഈ പറയുന്ന പഴവർഗ്ഗങ്ങളിലുള്ള ഒരു ഗുണവും നിലനിർത്താൻ അതിന് കഴിയില്ല എന്ന് മാത്രമല്ല, എല്ലാവിധ ദോഷവും അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പൂർണ്ണമായും അതിൻ്റെ ഫൈബറുകളെ ഈ മെഷീൻ വഴി ഇല്ലാതാക്കി കുടഞ്ഞു കളയും. എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പതയാക്കി അതിൻ്റെ നാച്ചുറൽ ഷുഗറും അതിൻ്റെ ഫൈബേഴ്സും എല്ലാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം നമ്മൾ അടിച്ച് പതപ്പിച്ച് അരിച്ച് കളഞ്ഞൊഴിവാക്കുക. അതിന് പുറമെ അതിലേക്ക് ഒരു നിലക്കും പഴത്തോട് യോജിക്കാത്ത വെള്ളം അതിലേക്ക് ചേർക്കുന്നു. മറ്റൊരു കാര്യം, ഒരു നിലക്കും ജ്യൂസ് ഉപയോഗിക്കുന്ന നാം ഉമിനീർ ഉപയോഗിക്കുന്നേ ഇല്ല. ഉമിനീർ ഉപയോഗിക്കാത്ത ഒരു ഭക്ഷണ പദാർത്ഥവും മനുഷ്യന് ഗുണകരം അല്ല എന്ന് മാത്രമല്ല, അത് മനുഷ്യന് വളരെയേറെ ദോഷകരമായി ഭവിക്കും. ഉമിനീര് യോഗാചാര്യ ഗോവിന്ദൻ നായർ പറഞ്ഞത് നിങ്ങൾ കണ്ടു. ഉമിനീരിൻ്റെ ഗുണങ്ങൾ ഇന്ന് വരെ മാനവരാശി കണ്ടെത്തി പൂർണ്ണമായിട്ടില്ല. അത്രയും ഗുണങ്ങളാണ്. ഭാവിയിൽ ഉമിനീര് കൊണ്ട് ക്യാൻസർ പോലും പ്രതിരോധിക്കാനും ബ്രെയിൻ ട്യൂമർ പ്രതിരോധിക്കാനുമുള്ള മൂലകങ്ങൾ ഉമിനീരിൽ നിന്ന് കണ്ടെടുത്താൽ അത്ഭുതപ്പെടാനില്ല എന്നാ പറയുന്നത്. അതേ സമയത്ത് ഉമിനീരിനെ പൂർണ്ണമായി പുറംതള്ളുന്നതാണ് ആധുനിക ജ്യൂസുകൾ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊരു ചേരുവ എന്താണ്? ഈ യൂറോപ്യൻ കോർപ്പറേറ്റുകൾ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഇന്നത്തെ പഞ്ചസാര. എന്താണ് ഈ പഞ്ചസാര? പഞ്ചസാരയെ കുറിച്ച് നമ്മൾ ആരെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? നാച്ചുറൽ ഷുഗർ ആവശ്യത്തിനുള്ള ഈ പഴത്തിൽ നിന്ന് അതെല്ലാം പുറന്തള്ളുകയോ അവോയ്ഡ് ചെയ്യുകയോ ചെയ്തിട്ട് ഏറ്റവും വിഷമയമായ ഈ ആധുനിക കോർപ്പറേറ്റുകൾ കൊണ്ടുവന്ന പഞ്ചസാരയെ നാം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങൾ എന്താണ്? ശർക്കരയുടെ ചരിത്രം, മധുരത്തിൻ്റെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പഴയകാല ചന്ദ്രഗുപ്ത മൗര്യനെ പോലെയുള്ള മഹാചക്രവർത്തിമാരുടെ കാലത്ത് ഇന്ത്യയിൽ ശർക്കരയുടെ ക്യൂബ്സുകൾ എല്ലാം ഉപയോഗിച്ച് അതെല്ലാം വികസിപ്പിച്ച് ഉപയോഗിച്ചതായി കണ്ടെത്താൻ കഴിയും. അങ്ങനെ അറബികളും അല്ലാത്തവരുമെല്ലാം ഈ ശർക്കര ക്യൂബ്സുകൾ പഴയ കാലത്ത് ഉപയോഗിച്ചതായി കണ്ടെത്താൻ കഴിയും. കരിമ്പിൽ നിന്ന് കരിമ്പ് ഒരു പ്രത്യേക രൂപത്തിലാക്കി വാറ്റി അതിൻ്റെ ചില പ്രത്യേകമായ പ്രോസസ്സിങ് ചെയ്ത് ഒരു കെമിക്കലും ചേർക്കാതെ അതിന് ചില പ്രത്യേകമായ പ്രോസസ്സിങ് വർക്കുകളൊക്കെ ചെയ്ത് പഴയ ചന്ദ്രഗുപ്ത മൗര്യൻ രാജാവിൻ്റെയൊക്കെ മഹാചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലെല്ലാം ഇന്ത്യയിൽ ശർക്കര ക്യൂബ്സുകൾ വികസിപ്പിക്കുകയും അത് യഥേഷ്ടം ആളുകൾ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തതായി ചരിത്രത്തിലുണ്ട്. അപ്രകാരം തന്നെ അറബികളിലും ഉണ്ട്. എന്നാൽ എന്താണ് നമ്മുടെ ഇന്നത്തെ പഞ്ചസാര എന്ന് നമ്മൾ ആലോചിക്കും. ഈ പഞ്ചസാരയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റിൻ ഫാൽബർഗ് ആണ്. 1879 ഈ പഞ്ചസാര സത്യത്തിൽ കരിമ്പുമല്ല,
ഇത് സാക്കറിൻ എന്ന ഒരു പുതിയ രാസപദാർത്ഥമാണ്. അതിൻ്റെ ഫൗണ്ടർ, അതിൻ്റെ വികസിപ്പിച്ചെടുത്ത ആൾ ആരാണ്? 1879 കോൺസ്റ്റാന്റിൻ ഫാൽബർഗ് എന്ന രസതന്ത്രജ്ഞനാണ് സത്യത്തിൽ ഇന്നത്തെ ഈ കെമിക്കൽ പഞ്ചസാരയുടെ പിതാവ്. എന്താണ് അതിന് ഉപോത്ബലകമായ കാര്യം? അത് വളരെ രസകരമാണ്. ഇവിടെ ചേർക്കാനുള്ള കാരണം എന്താണ്? സാധാരണ ചായയിലൊക്കെ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. എന്തുകൊണ്ട് ചായപ്പൊടിയിൽ നാച്ചുറലായി അതില്ല, നമ്മളത് ചേർത്തു. ഇത് പടച്ച തമ്പുരാൻ പ്രകൃതിയിൽ തന്നെ ആവശ്യത്തിന് ഓരോ പഴത്തിനും ആവശ്യമായ ഷുഗർ നൽകിയിട്ടുണ്ട്, നാച്ചുറൽ ഷുഗർ. അത് വളരെ ശരീരത്തിന് ഗുണകരമായ സംഗതിയുമാണ്. വ്യക്തി രോഗി അല്ലെങ്കിൽ അയാളുടെ അളവനുസരിച്ച് അയാൾ ഉപയോഗിച്ചാൽ മതി. വളരെ ആരോഗ്യദായകമായ കാര്യമാണെന്ന് ആരും മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ളതിനെ, ഈ നാച്ചുറൽ ഷുഗറിനെ പുറന്തള്ളിയിട്ട് പകരം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പഞ്ചസാര, സത്യത്തിൽ പഞ്ചസാര എന്നാൽ അത് കരിമ്പിൽ നിന്നുണ്ടാക്കിയതുമല്ല. ഇപ്പോൾ പല പ്രോസസ്സിംഗ് വർക്കുകളും നടത്തിയതിന് ശേഷം ഒരു പുലബന്ധം പോലും ഇപ്പോൾ അതിനില്ലെന്ന് മാത്രമല്ല, ചില രാസപദാർത്ഥങ്ങളാണ് ആധുനിക പഞ്ചസാര എന്ന സാക്കറിൻ. ആരാ പിതാവ്? കോൺസ്റ്റാന്റിൻ ഫാൽബർഗ്. 1879 ഈ രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ആദ്യമായി പഞ്ചസാര നിർമ്മിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ 1879 ഹോപ്കിൻസ് സർവകലാശാലയിൽ ഇറാം സൻസണിന്റെ പരീക്ഷണശാലയിലായിരുന്നു ഗവേഷണം. ബെൻസോയിക് സൾഫൈഡ് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ തുടരവേ ഉച്ചഭക്ഷണം കഴിക്കാൻ കൈ കഴുകാൻ ഫാൽബർഗ് മറന്നുപോയി. ഭക്ഷണം കഴിച്ചപ്പോൾ എന്നുമില്ലാത്തൊരു പ്രത്യേക മധുരം ഭക്ഷണത്തിന് അനുഭവപ്പെട്ടു. അതായത് ഫാൽബർഗ് രസതന്ത്ര ശാസ്ത്രജ്ഞൻ, അദ്ദേഹം രാസപദാർത്ഥങ്ങളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കവേ അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു, കൈ കഴുകാൻ മറന്നുപോയി. ഉച്ചഭക്ഷണം കഴിച്ചപ്പോൾ എന്നുമില്ലാത്തൊരു പ്രത്യേക മധുരം, കയ്യിൽ പുരണ്ട ഒരു പദാർത്ഥത്തിൻ്റെ മാധുര്യമാണ് പ്രത്യേക രുചിക്ക് കാരണം എന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ കണ്ടുപിടുത്തം, അതായത് പരീക്ഷണശാലയിലുള്ള ചില രാസപദാർത്ഥങ്ങളാണ് ഈ മധുരം കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ മധുരത്തെ വികസിപ്പിച്ചെടുത്താൽ കഷ്ടപ്പെട്ട് കരിമ്പ് വാറ്റിയെടുത്ത് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഈ രാസപദാർത്ഥം കൊണ്ട് തന്നെ ഇഷ്ടം പോലെ മധുരമുണ്ടാക്കാൻ കഴിയും എന്ന് അദ്ദേഹം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ പേറ്റന്റ് നേടി അദ്ദേഹം സാക്കറിൻ നിർമ്മാണം തുടങ്ങി. ഈ രാസപദാർത്ഥമാണ് വൈറ്റ് പോയിസൺ എന്ന് മഹാനായ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും വൈറ്റ് പോയിസൺ എന്ന് പറഞ്ഞിട്ടുള്ള സാക്കറിനാണ് നാച്ചുറൽ ഷുഗറുള്ള ഈ പഴത്തിൽ നിന്ന് അതിനെയും ഫൈബേഴ്സിനെയും പിന്തള്ളിയിട്ട് പകരമായി നാം ഫിറ്റ് ചെയ്യുന്നത്. ഇത് യഥേഷ്ടം ഉപയോഗിക്കണമെന്നാണോ ആരോഗ്യ ക്ലാസ്സിൽ ഞാൻ പറയേണ്ടത്? എന്താണ് ഇതിന് കാരണം എന്നെങ്കിലും ഒന്ന് പഠിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമല്ലേ? ഗോവിന്ദൻ നായർ ആരോഗ്യവും ദീർഘായുസ്സും എന്ന പുസ്തകത്തിൽ പറയുന്നത് നോക്കൂ. മഹാത്മജിയുടെ അഭിപ്രായത്തിൽ പഞ്ചസാര വെളുത്ത വിഷമാണ്. ആശ്രമത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനു മാത്രമേ പഞ്ചസാര ഉപയോഗിക്കാൻ ഗാന്ധിജി അനുവദിച്ചിരുന്നുള്ളൂ. വൈറ്റ് പോയിസൺ എന്നാണ് മഹാത്മജി ഇന്നത്തെ പഞ്ചസാരയെ, അതായത് ഫാൽബർഗ് വികസിപ്പിച്ചെടുത്ത ഈ സാക്കറിനെ പറ്റി അത് വൈറ്റ് പോയിസൺ എന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. എല്ലിൻ്റെ പരമശത്രുവാണ് പഞ്ചസാരയും അത് ചേർത്തുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളും പാനീയങ്ങളും. നൂറുകണക്കിന് ഭക്ഷ്യവസ്തുക്കൾ അപകടകരമാണ് എന്ന രൂപത്തിൽ സംസാരിക്കവേ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ജ്യൂസ്. അതുപോലെ ഒരുപാട് സാധനങ്ങൾ വർജിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ. അതായത് അങ്ങാടിയിൽ വാങ്ങുന്ന പല സാധനങ്ങളും, ഇങ്ങനെ പലതും, അതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ ഈ ജ്യൂസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, പല കാരണങ്ങൾ ഞാൻ എണ്ണിക്കാണിച്ചു. ഒരു കാരണമാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എമ്പാടും നാച്ചുറലായി ഷുഗർ നൽകിയിട്ടുള്ള ഈ സാധനത്തെ അതിനാവശ്യവും അത് കഴിക്കുന്നവൻ്റെ ആരോഗ്യത്തിന് ദായകവുമായ അതിനെ പുറന്തള്ളിയിട്ട് കൃത്രിമമായ ഈ കെമിക്കലായ സാക്കറിൻ, ഒരു നിലക്കും കരിമ്പാണെന്ന് പറയാനുള്ള ഒരു ബന്ധവുമില്ലാത്ത ഈ വിഷമായ വൈറ്റ് പോയിസൺ എന്ന് ഗാന്ധിജി പറഞ്ഞിരുന്ന ഈ സാക്കറിനാണ് നമ്മൾ ഇതിന് പകരമായി ഉപയോഗിക്കുന്നത്. മറ്റുള്ള പദാർത്ഥങ്ങളെ പോലെയല്ല, ഇതിൽ നാച്ചുറലായി ഷുഗർ ഉണ്ട്
എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പല്ലിൻ്റെ ശത്രുവാണ് പഞ്ചസാരയും അത് ചേർത്തുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളും പാനീയങ്ങളും. പല്ലിനു ദോഷം ചെയ്യുന്നതെല്ലാം എല്ലിനും ദോഷമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ശരീരത്തിന് ഉപയുക്തമായ യാതൊന്നും പഞ്ചസാരയിലില്ലെന്നു മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യവും ചില വൈറ്റമിൻസും പഞ്ചസാര അപഹരിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന് ദോഷം വരുത്തുന്ന സൾഫർ ഡൈ ഓക്സൈഡ് എന്ന രാസപദാർത്ഥം ചേർത്താണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. പഞ്ചസാര വയറ്റിൽ ചെന്നാൽ മാത്രം നേരം കൊണ്ട് അത് ഒരുതരം ആസിഡായി മാറുന്നു. ഈ ആസിഡ് എല്ലുകളും പല്ലുകളും കേടുവരുത്തുന്നത് സാധാരണയാണ്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്ന ഒരാഹാര പദാർത്ഥമോ കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. ആരാ പറയുന്നത്? യോഗാചാര്യ ഗോവിന്ദൻ നായർ. ആ കൂട്ടത്തിൽ ഞാൻ എണ്ണിയതാണ് ജ്യൂസിനെ. അതിനാണ് നിങ്ങൾ എന്നെ ട്രോൾ ചെയ്യുന്നത്. ഇനി പഞ്ചസാരയിലെ കണ്ടന്റുകൾ എന്നൊന്ന് നോക്കാം. പഞ്ചസാര മറ്റൊരു വിഷസങ്കേതമാണ്, മധുരിക്കുന്ന വിഷം. ഡോക്ടർ P.A. കരീമിന്റെ ഭക്ഷണം നല്ലതും ചീത്തയും എന്ന പുസ്തകം. പഞ്ചസാര മറ്റൊരു വിഷസങ്കേതമാണ്, മധുരിക്കുന്ന വിഷം. കരിമ്പിൻ നീരിലൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഫോസ്ഫറസും ഒരു പ്രത്യേക രീതിയിൽ കടത്തിവിടുമ്പോഴാണ് പഞ്ചസാര പരലുകൾ ഉണ്ടാകുന്നത്. ഫോസ്ഫറസിന്റെ ആവശ്യത്തിന് വേണ്ടി എല്ലുപൊടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെ പഞ്ചസാര ശരീരത്തിൽ എത്തുമ്പോൾ എല്ല്, പല്ല്, കരള്, ആഗ്നേയഗ്രന്ഥി, വൃക്കകൾ എന്നിവയെ അത് തകർക്കാൻ ആരംഭിക്കുന്നു. ഇതുകൊണ്ടാണ് ഇത് ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ വർജിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അക്കൂട്ടത്തിലാണ് ജ്യൂസും പറഞ്ഞത്. പഞ്ചസാര ശരീരത്തിൽ നിന്നും പുറന്തള്ളാനുള്ള തീവ്ര ശ്രമം നടത്തി തളരുകയാണ് കരളും ആഗ്നേയഗ്രന്ഥിയും വൃക്കകളും. തന്മൂലം പ്രമേഹം, എല്ലുകൾക്കും പല്ലുകൾക്കും അസുഖങ്ങൾ, കിഡ്നി രോഗങ്ങൾ, മൂത്രക്കല്ല്, മൂത്രത്തിൽ പഴുപ്പ് തുടങ്ങിയുള്ള രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അതിനുള്ള കാരണം പഞ്ചസാരയുടെ അമിതമായ ഉപയോഗമാണ്. ശരീരത്തിന് ഒരു ഗുണവും അത് ചേർത്ത രാസപദാർത്ഥങ്ങൾ, ആ രാസപദാർത്ഥം ചേർത്തത് നൽകുകയില്ല എന്ന് മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ ആരോഗ്യവും അത് ക്ഷയിപ്പിച്ച് കളയുന്നു. എന്തുപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്? മനുഷ്യ ആരോഗ്യത്തിന് വേണ്ടി നാച്ചുറലായി പടച്ച തമ്പുരാൻ തന്നിട്ടുള്ള പഴവർഗ്ഗങ്ങളെ ദുരുപയോഗം ചെയ്താണ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാർ എന്നുപയോഗിച്ചു പോയതാണ്, അല്ലാതെ ജൂതന്മാരുടെ ശത്രുവല്ല ഞാൻ, ജൂതന്മാരെ ശത്രുവാക്കുന്ന ആളുമല്ല ഞാൻ. പകരം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നമ്മുടെ രാജ്യങ്ങളിൽ കൊണ്ടുവന്നത്, ഇപ്രകാരം നമ്മുടെ ഭക്ഷണത്തെ നശിപ്പിച്ചു കളഞ്ഞത് ഈ കോർപ്പറേറ്റുകളാണ്. ഈ കോർപ്പറേറ്റുകൾ ഒന്നിരിക്കൽ സിയോണിസ്റ്റുകളാണ്, അല്ലെങ്കിൽ സിയോണിസ്റ്റിന്റെ സപ്പോർട്ടേഴ്സാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് ജൂതന്മാർ നമ്മുടെ ശത്രുക്കളാണല്ലോ. ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുക്കളാണല്ലോ നമ്മൾ പറയാറില്ലേ? അതിനർത്ഥം ബ്രിട്ടീഷുകാരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്നാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുവാണെന്നാണോ? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് നിലവിൽ നമ്മൾ ശത്രുവായി അവരോടൊരു യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് എന്നാണോ അതിൻ്റെ അർത്ഥം? പൊറാട്ട കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമാണ് പൊറോട്ട. അത് കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. അവർ നമ്മുടെ ശത്രുക്കളാണല്ലോ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. അതിനർത്ഥം എന്താ? എല്ലാ ബ്രിട്ടീഷുകാരും നമ്മുടെ ശത്രുക്കളാണെന്നാണോ? അല്ലെങ്കിൽ ബ്രിട്ടനോട് ഇപ്പോൾ നമ്മൾ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട് എന്നാണോ? അതൊന്നും അല്ലല്ലോ. പകരം എന്ത്? അതിൻ്റെ പിന്നിൽ ദുഷ്ടലാക്കുകൾ ഉണ്ടായിരിക്കും, സൂക്ഷിക്കണം. തീർച്ചയായും ദുഷ്ടലാക്കുകൾ ഉണ്ടായിരുന്നു. പൊറോട്ടയുടെ പിന്നിൽ ബ്രിട്ടീഷുകാർക്കുള്ള ദുഷ്ടലാക്ക് എന്തായിരുന്നു? അവരുടെ കോളനികളിൽ ഉള്ള ആളുകളെ 10, 11, 12 മണിക്കൂർ ഒറ്റ ഭക്ഷണം കൊടുത്ത് അടിമപ്പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി അവര് അധിനിവേശം ചെയ്ത രാജ്യങ്ങളിലാണ് അവർ പൊറാട്ട വ്യാപിപ്പിച്ചത്. എന്തിന്? അടിമകളെ പോലെ മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഒറ്റ ഭക്ഷണം കൊടുത്താൽ മതി. അപ്പോൾ പൊറാട്ടയുടെ പിന്നിൽ ബ്രിട്ടീഷുകാർക്ക് ദുഷ്ടലാക്കുണ്ടായിരുന്നു. നമ്മൾ പറയും ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുക്കളാണല്ലോ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇപ്പോൾ നമ്മുടെ ശത്രുക്കളാണെന്നാണോ അതിൻ്റെ അർത്ഥം? പകരം
അവർ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടലാക്കിനെ നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് മാത്രമാണ്. അല്ലാതെ മുഴുവനും ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുക്കളാണെന്നോ ബ്രിട്ടീഷുകാർ ഇപ്പോൾ നമ്മുടെ ശത്രുതയുടെ ലിസ്റ്റിലുണ്ട് എന്നോ അല്ല. എന്നതുപോലെ ജ്യൂസ് കൊണ്ടുവന്നത് ജൂതന്മാരാണല്ലോ. ജ്യൂസ് ആദ്യമായി വികസിപ്പിച്ചെടുത്തത് BC 150 ജൂതന്മാരാണ്. 2, 1918 ജ്യൂസ് എന്ന സംവിധാനം ലോകത്ത് കൊണ്ടുവന്നത് നോർമൽ വാക്കറാണ്. അദ്ദേഹം ജൂതനായിരുന്നു, ജൂതബന്ധമുള്ള വ്യക്തിയായിരുന്നു. അതിനുശേഷം ഈ ഉൽപ്പന്നങ്ങളെല്ലാം, ഈ ജ്യൂസുകളും അതോടനുബന്ധിച്ച് സ്ക്വാഷുകളും മറ്റു ചില പാനീയങ്ങളുമെല്ലാം ലോകത്ത് വിതരണം ചെയ്ത അടക്കം, കോള അടക്കം, അതെല്ലാം ലോകത്ത് പ്രചരിപ്പിച്ചത് ഒന്നിരിക്കൽ സിയോണിസ്റ്റുകളാണ്, അല്ലെങ്കിൽ സിയോണിസ്റ്റ് സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും ദുഷ്ടലാക്ക് സ്വാഭാവികമാണ്, നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ്. അല്ലാതെ ഞാൻ ജൂതന്മാരെ ശത്രുവാക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല, അതെന്റെ ഉദ്ദേശവുമല്ല. ഇനി ഈ പഞ്ചസാരയിൽ നടത്തിയ മറ്റൊരു കളി, ഈ പഞ്ചസാര, സാക്കറിൻ എന്ന പഞ്ചസാര, ഇന്ന് നമ്മൾ പഴത്തെ നശിപ്പിച്ച് അതിൽ ചേർക്കുന്ന ഈ പഞ്ചസാര, അതിൽ നടത്തിയ അന്താരാഷ്ട്ര ചതിയെക്കുറിച്ച് ഒരു പഠനം നടത്തി നോക്കൂ. സാക്ഷാൽ ഡോക്ടർ ഹബീബുർ റഹ്മാൻ തന്നെ പറയട്ടെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കൊന്ന് ശ്രദ്ധിക്കൂ. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോക ജനസംഖ്യന്റെ ഏകദേശം 0.6% ആൾക്കാർക്ക് ഉണ്ടായതിന് പ്രമേയം 15%, അല്ല എന്താ പറയുക, 5.6, ഏകദേശം 10 ഇരട്ടി കൂടി. ഇതൊന്നും ശരിയായ കണക്കല്ല, ഇതിൻ്റെയൊക്കെ എത്ര ഇരട്ടി ആൾക്കാർക്ക് പ്രമേയമുണ്ട്. അപ്പോൾ എന്തതിന് കാരണം എന്നില്ല, ഈ 30-40 കൊല്ലം കൊണ്ട് എന്താ ലോകത്ത് സംഭവിച്ചതെന്നില്ലാണ് മെയിൻ പ്രശ്നം. അത് ഇതിനെപ്പറ്റി കുറേ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ പലരുടെയും ധാരണ എന്ന് വെച്ചാൽ പ്രമേയം പണ്ടൊന്നും അറിയപ്പെടാത്തതുകൊണ്ടാണ്, ഇപ്പോഴാണ് ഇങ്ങനെ ലാബും ടെസ്റ്റിംഗ് ഒക്കെ വന്നത്, അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർക്ക് പ്രമേയമുള്ളതായിട്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാരണം. പ്രമേയം വളരെ കുറവ് തന്നെയായിരുന്നു ലോകത്ത്. ഇപ്പോൾ ഈ കുറഞ്ഞ കാലഘട്ടം, ഒരു 1970-80 കാലഘട്ടം മുതൽക്കാണ് ഇത് കൂടാൻ തുടങ്ങിയത്. അതിനൊരു വ്യക്തമായ കാരണമുണ്ട്. നമ്മൾ ഇയാൾ ഒരു ഗാരി ടോപ്സ് പറഞ്ഞത് ഒരു അമേരിക്കയിലെ ഒരു വലിയ സയൻസ് റൈറ്ററാണ്, ന്യൂയോർക്ക് ടൈംസിലൊക്കെ എഴുതുന്ന ആളാണ്. അയാളൊരു കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അയാൾ അവസാനം എഴുതിയൊരു പുസ്തകമുണ്ട്, ഈ കേസ് അഗെയിൻസ്റ്റ് ഷുഗർ എന്ന് പറഞ്ഞിട്ട്, പഞ്ചസാരക്ക് ഇതിൽ കേസ്. അപ്പോൾ അയാൾ ഈ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ, ഈ എന്തിനു പറയാം, മെറ്റബോളിക് സിൻഡ്രോം എന്നതിന് പറയാം, നമ്മളെ പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ഇങ്ങനെ പല രോഗങ്ങളും, ഇതൊക്കെ ഒരുപാട് ഇരട്ടി 40 കൊല്ലം കൊണ്ട് കൂടിയിട്ടുണ്ട്. നോർമൽ റേറ്റിനാണ് കൂടുതലായിട്ട് ഈ 40 കൊല്ലം കൊണ്ടാണ് ഇതൊക്കെ ഇത്രയും വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ കണ്ടുപിടിച്ച കാരണം അതാണ്. അയാൾ കണ്ടുപിടിച്ചല്ല, അതായത് കഴിഞ്ഞ വർഷം 2016 സെപ്റ്റംബറിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സെപ്റ്റംബറിൽ ഒരു മറ്റേ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി, സാൻ ഫ്രാൻസിസ്കോയിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി. അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് കുറേ രേഖകൾ കണ്ടുപിടിച്ചു. അതായത് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ കുറേ ശാസ്ത്രജ്ഞന്മാർ അന്നത്തെ പഞ്ചസാര കമ്പനികളിൽ നിന്ന് വലിയ എമൗണ്ട് കൈക്കൂലി വാങ്ങിയിട്ട് കുറേ റിസർച്ചുകൾ ചെയ്തിട്ട് ഒരു കൃത്രിമമായിട്ട് കുറേ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി. അതിൻ്റെ ഫലമായിട്ട് പഞ്ചസാര കൊണ്ട് ഒരു കുഴപ്പമില്ല, കൊളസ്ട്രോളൊക്കെ ഉണ്ടായത്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മൊത്തം സംഗതികളാകാണ്ട് ഫ്ലിപ്പ് ചെയ്യണം. എന്താണ് അപകടമുള്ളത് അതിനെ നിരുപദ്രവമായിട്ടും, ഏറ്റവും അപകടമില്ലാത്തൊരു സാധനമായിട്ട് പറയുന്ന ഇതിനെ ഭയങ്കര അപകടകാരിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ആ 40 കൊല്ലം മുമ്പ് ഡയറ്ററി ഗൈഡൻസ് കംപ്ലീറ്റ് മാറ്റണം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നാണ് പറയുന്നത് അയാൾ. ഡോക്ടർ ഹബീബുർ റഹ്മാൻ പറയുന്ന വെളിപ്പെടുത്തിയ സത്യം നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു. 40 വർഷമായി മാനവ സമൂഹത്തിൻ്റെ മൊത്തം മെറ്റബോളിക് സിംറ്റം തകരാറിലായിട്ടുണ്ട് എല്ലാവരും. അതായത് വർദ്ധിച്ചു വരുന്ന 40 വർഷത്തിനുള്ളിൽ മാനവ ലോകത്തിന് വന്നിട്ടുള്ള ഈ വ്യത്യാസം, പൊണ്ണത്തടി, ഹൃദ്രോഗം അധികരിക്കൽ, പ്രമേഹം അധികരിക്കൽ, മാനവകുലം മുഴുവനും രോഗികളായി തീർന്ന ഒരു പുതിയ മെറ്റബോളിക് സിംറ്റമാണ് ഈ 40 വർഷത്തിനുള്ളിൽ ലോകത്ത് നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ച് പ്രഗത്ഭ ചിന്തകനായ ഗാരി ടൂബ്സ് നടത്തിയ ഒരു പഠനം, ആ പഠന റിപ്പോർട്ട് അദ്ദേഹം ദി കേസ് ഓഫ് എഗെയിൻസ്റ്റ് ഷുഗർ എന്ന പേരിൽ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരിക. എന്താണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ? കൃത്രിമമായ ഈ പഞ്ചസാര മനുഷ്യരാശിയുടെ ശരീരത്തെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന പഞ്ചസാര, അഥവാ നമ്മുടെ മഹാത്മജി അടക്കം കൃത്യമായും വൈറ്റ് പോയിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പഞ്ചസാര എന്ന ഈ സാക്കിരിൻ ലോകവ്യാപകമായി കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്നാൽ, അമേരിക്കയിലെ കോർപ്പറേറ്റ് പഞ്ചസാര ഫാക്ടറി ഉടമകളായ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി
ഈ കോർപ്പറേറ്റ് മുതലാളിമാരെയും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ കോർപ്പറേറ്റുകൾ ഒന്നിരിക്കൽ സിയോണിസ്റ്റുകളാണ്, അല്ലെങ്കിൽ അവർ സിയോണിസ്റ്റ് സപ്പോർട്ടേഴ്സാണ്. ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങുന്നത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾ. ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു ചതി എന്താണ്? ഇത് ലോകത്ത് ഏതെങ്കിലും ഒരു ഏഷ്യയിൽ നിലനിൽക്കുന്ന ഒരു സംസ്കാരം, ഒരു മതം, ഒരു സംസ്കാരം, ജൂതായുസത്തിന്റെ തന്നെ അടിസ്ഥാന സംസ്കാരം ഇത് അംഗീകരിക്കുകയില്ല, ഒരിക്കലും അംഗീകരിക്കൂല. ജൂതായുസമായാലും ഒരു മതവും, ഇസ്ലാമോ ക്രിസ്തു മതമോ ജൂതമതമോ ഹിന്ദു മതമോ കൺഫ്യൂഷ്യസ് മതമോ ഒന്നും അംഗീകരിക്കൂല. എന്തുകൊണ്ട്? എല്ലാ ചതികൾക്കും മാനവ സമൂഹത്തിന്റെ സംസ്കാരങ്ങളൊക്കെ എതിരായിട്ടാണ് ഏത് കാലഘട്ടത്തിലും അവിടെയുള്ള വലിയ മനുഷ്യന്മാരൊക്കെ നിലകൊണ്ടിട്ടുള്ളത്. ഈ ചതി നടത്തുകയാണ് ആര്? ഈ കോർപ്പറേറ്റ് ഭീകരന്മാർക്ക് വേണ്ടി ചതി നടത്തി കൊടുത്ത് 40 കൊല്ലത്തിനുള്ളിൽ മാനവ സമൂഹത്തിന്റെ മൊത്തം ആരോഗ്യത്തെ തകരാറിലാക്കിയതിന്റെ പിന്നിൽ ആരാണ്? കൃത്യമായും കൈക്കൂലി വാങ്ങിയ സയന്റിസ്റ്റുകൾ. ഈ സയന്റിസ്റ്റുകളാണ് പഞ്ചസാരയെ ലോകവ്യാപകമാക്കിയത്. അതാണ് വൈറ്റ് പോയിസൺ. അതാണ് നമ്മൾ നാച്ചുറൽ ഷുഗർ ഉള്ള ഒരു സാധനത്തെ, അതിൻ്റെ നാച്ചുറൽ സിസ്റ്റത്തെ അവോയ്ഡ് ചെയ്തും അതിൻ്റെ ഫൈബറിനെ കളഞ്ഞും നമ്മൾ അതിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ എതിർത്തിട്ടുള്ള ജ്യൂസ്. ഈ ജ്യൂസിനെ ഈ കോർപ്പറേറ്റുകളാണ് ലോകവ്യാപകമാക്കിയത്. അതിന് ഉപകരണം ഉണ്ടാക്കിയതും അവരാണ്, അല്ലാതെ പഴയ അസീർ അല്ല. പഴയ അസീർ രാജാക്കന്മാരും മഹർഷിമാരും മഹാപ്രവാചകന്മാരും സ്വഹാബികളും ഒക്കെ കഴിച്ചിരുന്നതുണ്ട്. അതൊന്നും ഇതല്ല. അതിന് കൃത്യമായും വ്യത്യാസം കൊണ്ടുവരുന്നത് നോർമൻ വാക്കറാണ്. അത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം അത് മാത്രമല്ല അവർ മാറ്റിയിട്ടുള്ളത്, ലോകം മുഴുവനും അടിമുടി മാറ്റിമറിച്ചു. എല്ലാം തകർത്തു. ഭക്ഷ്യവസ്തുക്കൾ തകർത്തു, പാനീയങ്ങൾ തകർത്തു, എല്ലാം തകർത്തു, ചികിത്സ തകർത്തു. എല്ലാം എന്താണ്? എല്ലാ ചികിത്സകളുടെയും അടിസ്ഥാനം ആയുർവേദം. ഹിന്ദു ദർശനങ്ങളിൽ നിന്നുണ്ടായതാണല്ലോ ആയുർവേദം. എന്താണ്? ഏതെങ്കിലും ഒരു ചതി അടിസ്ഥാനപരമായി അടിസ്ഥാന ആയുർവേദം ഏതെങ്കിലും ഒരു ചതി അംഗീകരിക്കോ? അറബ് വൈദ്യശാസ്ത്രം അംഗീകരിക്കോ? വൈദ്യന്മാർ പോലും അംഗീകരിക്കൂല. സ്മാരകശിലകളിലെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അവതരിപ്പിക്കുന്ന ഒരു ഋഷിതുല്യനായ വൈദ്യരെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. സത്യത്തിൽ പുനത്തിനോട് ഒരു നിലക്ക് യോജിക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ വലിയ മാളികക്കൽ വീട്ടിലെ കുതിരയെ ചികിത്സിക്കാൻ വേണ്ടി വരുന്ന ആ ഋഷിതുല്യനായ വൈദ്യർ കാണിക്കുന്ന ധാർമ്മികമായ അദ്ദേഹത്തിൻ്റെ ചില സത്യങ്ങൾ, ആ ധർമ്മത്തോടൊക്കെയുള്ള അവരുടെയൊക്കെ ഒരു നന്മ, ഇതൊക്കെ അതിൽ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കുതിരയെ കണ്ടപ്പോൾ കുതിര 48 മണിക്കൂറിനുള്ളിൽ മരിച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഒരു മരുന്ന് എഴുതാൻ പോലും അവർ തയ്യാറായില്ല. ഋഷിതുല്യനായ ഈ ചികിത്സാരിയായ മഹാത്മാവ് തിരിച്ചു പോവാണ്. ഇത് മനോഹരമായി അവതരിപ്പിക്കാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഇത് ഇപ്രകാരം തന്നെയാണ് അറബ് വൈദ്യശാസ്ത്രം, ഇപ്രകാരം തന്നെയാണ് ആയുർവേദം. എന്നാൽ നിലനിൽക്കുന്ന വൈദ്യശാസ്ത്രം എന്താണ്? ഈ നിലനിൽക്കുന്ന വൈദ്യശാസ്ത്രത്തിന് പിന്നിൽ എന്താണ്? മനുഷ്യന്റെ ആരോഗ്യവും. ഇതൊക്കെ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ ഗൗരവമായി ഞാൻ പഠന വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയാൻ സമ്മതിക്കൂല. കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് അതിന്മേൽ കളിയാക്കുക, ചില ആളുകൾ അതിന്മേൽ വഴിമുടക്കുക. എന്താ ഇവർക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നറിയൂല. നിലവിലുള്ള വൈദ്യശാസ്ത്രം അതാണോ? നിലവിലുള്ള വൈദ്യശാസ്ത്രം രോഗിയെ പരിഗണിക്കുന്നേയില്ല. രോഗിക്ക് ആവശ്യമായ ഔഷധങ്ങൾ കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ വൈദ്യശാസ്ത്രത്തിന്റെ മെഡിസിൻ കോർപ്പറേറ്റുകൾ ഉദ്ദേശിക്കുന്നത് തനി കച്ചവടം മാത്രമാണ്. എല്ലാ കച്ചവടം. ആരാണ് ഈ കോർപ്പറേറ്റുകൾ? ഒന്നിരിക്കൽ സിയോണിസ്റ്റുകൾ, അല്ലെങ്കിൽ സിയോണിസ്റ്റ് സപ്പോർട്ടേഴ്സ്. ആ നിലക്കൊരു ജൂത പരാമർശം എന്ന് ഞാൻ നടത്തിയതാണ്. അല്ലാതെ ജൂത വിഭാഗത്തോട് ഒരു വിദ്വേഷവുമില്ല. ആ നിലക്ക് നമ്മൾ നേരത്തെ പൊറാട്ടയുടെ കാര്യം പറഞ്ഞതുപോലെ ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചില ആളുകൾ ആ കൂട്ടത്തിൽ ചോദിച്ച്, അഹ്ലി കിതാബിന്റെ ജൂതന്മാരുണ്ടാക്കിയതിൽ തന്നെ അഹ്ലി കിതാബിന്റെ ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ മുസ്ലിരെ? അതൊക്കെ തെറ്റുണ്ടെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ ഇവിടെ എന്ത് പ്രശ്നമാണുള്ളത്? ആരുടെ ഭക്ഷണം കഴിക്കുന്നതിൽ എന്ത് വിഷയമാണുള്ളത്? അതൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. പഴയ കാലത്തെ ഒരു ഭക്ഷണമാണ് അസീറാത്ത്. ആ അസീറാത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ നശിപ്പിക്കുന്ന വിധത്തിൽ കച്ചവടവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ചതിയുടെ താല്പര്യം ഉണ്ടാവും. ഇല്ലാന്ന് എങ്ങനെ മനസ്സിലാക്കും? ഈ കോർപ്പറേറ്റുകൾ തന്നെയല്ലേ കോള ഉണ്ടാക്കിയത്? എന്താ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാത്തത്? കോള ഇതേ കോർപ്പറേറ്റുകൾ
ഈ ജ്യൂസ് മെഷീൻ ഉണ്ടാക്കിയ ഇതേ കോർപ്പറേറ്റുകൾ തന്നെയാണ്, ഇതിൻ്റെയൊക്കെ പ്രൊമോട്ടേഴ്സ് തന്നെയാണ് സത്യത്തിൽ കോള ഉണ്ടാക്കിയത്. എന്താണ് ഈ കോളയുടെ, ആരാ കോള ഉണ്ടാക്കിയത്? 1865 ജോൺ പെമ്പേർട്ടൺ എന്ന ആളാണ് കോള കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിന് യുദ്ധത്തിൽ നെഞ്ചിന് മുറിവേറ്റു. അങ്ങനെ മുറിവേറ്റപ്പോൾ വലിയ വേദനയുണ്ടായി. അപ്പോൾ അതിൽ വേദന സംഹാരി കഴിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹം മയക്കുമരുന്നിന് അടിമയായി, പ്രത്യേകിച്ച് മോർഫിൻ അടിമയായി. മോർഫിൻ അദ്ദേഹം ഇഞ്ചക്ഷൻ ചെയ്യും. അങ്ങനെ മോർഫിൻ അഡിക്റ്റായി ഡ്രഗ്സുകളിൽ പല ഡ്രഗ്സിനും അടിമയായി. മോർഫിൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിലെ ഏറ്റവും അപകടകാരിയായ മയക്കുമരുന്നാണ്. അത് പഠിക്കുന്ന ആളുകൾക്കറിയും. ഏറ്റവും അപകടകാരിയായ മയക്കുമരുന്നാണ് മോർഫിൻ. അങ്ങനെ മോർഫിൻ അടിമയായി പരിധി വിട്ടു പോയാൽ ബോധക്ഷയം സംഭവിക്കും, മരണം പോലും സംഭവിക്കും. ഇതാണ് മോർഫിൻ. ജോൺ പെമ്പേർട്ടൺ 1865 കൊളംബിയ യുദ്ധത്തിൽ നെഞ്ചിന് മുറിവേറ്റ അദ്ദേഹം മെല്ലെ മെല്ലെ വേദന സംഹാരികൾക്കും പിന്നെ ഡ്രഗ്സിനും പിന്നെ മോർഫിനും അടിമയായ അദ്ദേഹം ഈ മോർഫിനിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിതനാവണം എന്നാലോചിച്ച് തത്തുല്യമായ ഒരു പരിഹാരത്തെ ആലോചിച്ചു നടന്നു. അവസാനമാണ് അദ്ദേഹം ഈ മോർഫിൻ ഇഞ്ചക്ട് ചെയ്യുന്ന മോർഫിൻ കഴിക്കുന്നതിനും പകരമായി അദ്ദേഹം കൊക്കയിൽ നിന്ന് വളർത്തിയെടുത്ത ചില രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് കണ്ടുപിടിച്ചതാണ് സത്യത്തിൽ കോള. അതാണ് കോളയുടെ അടിസ്ഥാനം. ഈ കോള 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി. ആരായിരുന്നു ഇതിന്റെ പിന്നിൽ? ഈ കോർപ്പറേറ്റുകൾ. ഒന്നിരിക്കൽ സിയോണിസ്റ്റുകൾ അല്ലെങ്കിൽ സിയോണിസ്റ്റ് സപ്പോർട്ടേഴ്സ്. അല്ലാതെ ഈ കോള, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കോള എന്ന പദാർത്ഥത്തെ ആയുർവേദം അംഗീകരിക്കൂ. ഹിന്ദു ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണല്ലോ ആയുർവേദം ഉണ്ടായത്. ആയുർവേദം കോള അംഗീകരിക്കുമോ? അറബ് പണ്ഡിതന്മാർ പറയട്ടെ, അറബ് വൈദ്യശാസ്ത്രം അറിയുന്ന ആളുകളോ അറിയാത്തവരോ പറയട്ടെ, ഇത്ര അപകടകാരിയായ ഒരു സാധനം അറബ് പണ്ഡിതന്മാർ അംഗീകരിക്കൂ, ഹൈന്ദവ പണ്ഡിതന്മാർ അംഗീകരിക്കൂ? അതിലൊക്കെ വൈദ്യശാസ്ത്രങ്ങളുണ്ടല്ലോ. എന്നിട്ട് ഈ കോർപ്പറേറ്റുകളാണ് ഇതിവിടെ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സാർവത്രികമാക്കി. എന്താണ് അതിൻ്റെ ഉള്ളടങ്ങിയ കാര്യങ്ങൾ? എന്തൊക്കെയാണ് കോളയിൽ അടങ്ങിയിട്ടുള്ളത്? ഡോക്ടർ PA കരീമിന്റെ ഭക്ഷണം നല്ലതും ചീത്തയും എന്ന പുസ്തകം 14-ാം പേജ്. 1. ഫോസ്ഫോറിക് ആസിഡ് കോള പതഞ്ഞു പൊന്താൻ സഹായിക്കുന്നത്. ഭക്ഷണത്തിലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ നശിപ്പിച്ച് എല്ലുകളെയും പല്ലുകളെയും കേടുവരുത്തും. 2. കാർബൺ ഡൈ സൾഫൈഡ് വൃക്ക തകരാറിലാക്കുന്നു, ഉദരസ്തംഭനം, മലബന്ധം. 3. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ വിസർജനം തന്നെ, നമ്മൾ പുറത്തേട്ട് വിടുന്ന നമ്മുടെ വിസർജനം. രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറച്ച് ശ്വാസതടസ്സം, ആസ്തമ എന്നിവ വരുത്തുന്നു. 4. കരാമൽ കളർ വാട്ടർ ക്യാൻസർ, അലർജി, രുചിയില്ലായ്മ, ദഹനക്കേട്, നെഞ്ചരിച്ചിൽ ഇതെല്ലാം ഉണ്ടാക്കും. 5. കഫീൻ വശീകരണ ശക്തി നൽകി കോളയ്ക്ക് അടിമയാക്കുന്നത് ഇതാണ്. കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിച്ച് ഉറക്കമില്ലായ്മ, ടെൻഷൻ, ഹൃദയത്തിൻ്റെ താളം തെറ്റൽ, ഞരമ്പ് രോഗങ്ങൾ എന്നിവക്ക് കാരണമാക്കുന്നു. 6. പോളിഎലിത്തീൻ ഗ്ലൈക്കോൾ ഫ്രീസറിൽ വെച്ചാൽ കോള കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു. ഇത് കഴിക്കുന്ന ആൾക്ക് മുറിവ് പറ്റിയാൽ രക്തം കട്ട പിടിക്കാതിരിക്കൽ, പെരുമാറ്റ വൈകല്യം എന്നിവ സമ്മാനിക്കുന്നു. 7. സോഡിയം ആൾജിനേറ്റ് ലിവർ സിറോസിസ് എന്ന മാരകമായ കരൾ രോഗം, ആമാശയ രോഗങ്ങൾ തുടങ്ങിയവ പ്രതീക്ഷിക്കാം. 8. ഏറ്റവും വില്ലനായ സാക്കരീൻ, വൈറ്റ് പോയിസൺ. ഇതാണ് കോള. ഈ കോളയെ ഭാരതീയ ദർശന വൈദ്യശാസ്ത്രം അംഗീകരിക്കുമോ? അറബ് വൈദ്യശാസ്ത്രം അംഗീകരിക്കുമോ? ഇതിവിടെ 20-ാം നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടോ? 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടോ? 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് ഇവർ തന്നെ ഇത് വികസിപ്പിക്കുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പാവപ്പെട്ട ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും യാതൊരു മാനുഷിക മൂല്യത്തേക്ക് ഒരു ശ്രദ്ധയുമില്ലാതെ കച്ചവട ചരക്കാക്കുകയും ചെയ്തു. 40 വർഷത്തിനുള്ളിൽ നമ്മുടെ എല്ലാം അവസ്ഥയും തകരാറിലായ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യമാണ് ഈ പറയുന്നത്. ആരാണ് ഇത് അംഗീകരിക്കുക? 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ കോർപ്പറേറ്റുകൾക്ക് ഇത് യഥേഷ്ടം ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാൻ അവസരമുണ്ടായി. അത് മെല്ലെ മെല്ലെ നമ്മുടെ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ആധുനിക ടെക്നോളജിയും സൗകര്യങ്ങളും അതിനധികരിച്ചു. എല്ലായിടത്തും അതിൻ്റെ പ്രൊമോട്ടർമാരുണ്ടായി, അതിന് കമ്പനികളുണ്ടായി, കച്ചവടങ്ങളെ ആഗോളവൽക്കരിക്കപ്പെട്ടു. ഇതിൻ്റെ എല്ലാം ഉപജ്ഞാതാക്കൾ ഇവർ തന്നെയാണ്, ഈ കോർപ്പറേറ്റ് ഭീകരന്മാർ. കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ ലോകത്ത് മാനവരാശിക്ക് വന്നിട്ടുള്ള ആരോഗ്യപരമായ അപജയം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പരിശോധിച്ചാൽ
കണ്ണിൽ ചോരയില്ലാത്ത ഇത്തരം ഭക്ഷ്യവസ്തുക്കളെ കോർപ്പറേറ്റുകൾ ഇവിടെ പ്രൊമോട്ട് ചെയ്ത് രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചതാണ് എന്ന് കണ്ടെത്താൻ കഴിയും. ഏഷ്യൻ രാജ്യം എന്ന് പ്രത്യേകം പറയാൻ കാരണം ഏഷ്യയിലെ ഇന്ത്യയാണെങ്കിലും ചൈനയാണെങ്കിലും അറബ് രാജ്യങ്ങളാണെങ്കിലും ചൈനയോടനുബന്ധിച്ച മംഗോളിയ ഇങ്ങനെ തുടങ്ങി ചൈനയോടനുബന്ധിച്ച് ഉള്ള രാജ്യങ്ങൾ പുറത്ത് ജപ്പാൻ ഇങ്ങനെ അങ്ങോട്ടാണെങ്കിലും അറബ് രാജ്യങ്ങളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളെല്ലാം ആണെങ്കിലും നമ്മളെല്ലാം നാച്ചുറൽ ഭക്ഷണ പദാർത്ഥങ്ങളെ ആയിരക്കണക്കായ വർഷങ്ങളായി കൈവശം വെച്ച് വരുന്ന ജനതയാണ്. പിന്നെ നമുക്കൊരു കച്ചവടത്തിന് അടിസ്ഥാനമുണ്ട്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി എന്താ നമ്മുടെ കച്ചവടത്തിന് അടിസ്ഥാനം? ഒന്ന്, മനുഷ്യരാശിയുടെ സുഗമമായ നിലനിൽപ്പ്. രണ്ട്, ചെയ്യുന്നവന്റെ ഉപജീവനം. അതിനപ്പുറം ഒരു ലക്ഷ്യം ഏഷ്യൻ രാജ്യങ്ങളിൽ 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഇല്ല. നിങ്ങൾ കച്ചവടത്തെ പറ്റി പഠിക്കുക. 20-ാം നൂറ്റാണ്ടിന് മുമ്പ് അഥവാ 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഏഷ്യൻ രാജ്യങ്ങളിലെ കച്ചവടക്കാരെ നമ്മൾ പരിശോധിച്ചാൽ എന്താ കച്ചവടത്തിന്റെ ലക്ഷ്യം? 2 ലക്ഷ്യമാണ്. ഒന്ന്, മാനവരാശിയുടെ സുഗമമായ നിലനിൽപ്പ്, അതിന് കച്ചവടം ആവശ്യമാണ്. 2, അത് ചെയ്യുന്നവന്റെ ഒരു ഉപജീവനം, വളരെ ഇനിഷ്യലി ലാഭമെടുത്ത് നന്മ മാത്രം ചെയ്യുക. അരിയിൽ മഴ കാരണം ഒരല്പം വെള്ളമായി പോയാൽ ആ അരി കച്ചവടക്കാരൻ ദാനം ചെയ്യും. എന്തുകൊണ്ട്? അരിയിൽ വെള്ളമായത് നനഞ്ഞു പോയ അരി വിൽക്കേണ്ട, അത്രയും സൂക്ഷ്മത പുലർത്തും. ഇതാണ് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളുടെ കച്ചവടത്തിന്റെ രീതി. എന്നാൽ ഈ കോളയും ഈ സ്ക്വാഷുകളും ഈ സംവിധാനങ്ങളും എല്ലാം വന്ന് മാറി മറിഞ്ഞ കോർപ്പറേറ്റുകളുടെ കച്ചവടം വന്നപ്പോൾ കച്ചവടത്തിന്റെ ഉദ്ദേശ്യം എന്തായി? എന്താണെന്ന് വ്യവസായത്തിന്റെ ഉദ്ദേശം? ലാഭക്കൊതി. എല്ലാം അവർ സ്വന്തമാക്കി. എല്ലാം. ചികിത്സ അവർ സ്വന്തമാക്കി. ഭക്ഷണ പദാർത്ഥങ്ങൾ നശിപ്പിച്ചു. കൃത്രിമ കോഴിയെ ഉണ്ടാക്കിയതാരാ? ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണോ കൃത്രിമ കോഴി ഉണ്ടായത്? ഇനി കൃത്രിമ കോഴി ഉണ്ടാക്കുകയാൽ മാത്രം പോരാ, അതിനെ കൃത്രിമമായ ഭക്ഷണമാക്കി മാറ്റി കോർപ്പറേറ്റുകൾ. ഒരു കോഴിയെ അറക്കുന്നതോടുകൂടെ നേരെ ഫ്രീസ് ചെയ്യും, ഒരു തുള്ളി ചോര പോകാൻ അനുവദിക്കൂല. എന്നിട്ട് മാസക്കണക്കിന് അത് ഫ്രീസറിൽ കിടക്കും. എന്നിട്ട് എടുത്തിട്ട് ലോകരാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യും. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് പതിവാക്കി, കോർപ്പറേറ്റുകളിൽ നിന്ന് പഠിച്ചു. നമുക്ക് അങ്ങനത്തെ സമ്പ്രദായമുണ്ടോ? എന്നിട്ട് ഫ്രീസറിൽ നിന്ന് ഒരു തുള്ളി ചോര പോകാത്ത ഈ ചിക്കൻ അങ്ങനെ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കൃത്യമായി കട്ട് ചെയ്യും. എന്നിട്ട് അങ്ങനെ തന്നെ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് നേരെ എണ്ണയിലേക്ക് ഇടും. ഇതാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ. ഈ പദാർത്ഥങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയതാരാ? കോർപ്പറേറ്റുകൾ. എന്തായിരുന്നു അവരുടെ താല്പര്യം? ലാഭക്കൊതി. മാനവരാശിയുടെ ആരോഗ്യം നശിച്ചാലും വേണ്ടില്ല, അതവർക്ക് പ്രശ്നമല്ല. ആയുർവേദം ഇത് സമ്മതിക്കോ? അറബ് വൈദ്യശാസ്ത്രം സമ്മതിക്കോ? ഈ കണ്ണിൽ ചോരയില്ലാത്ത കളി ഇവിടെ 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമല്ലേ ഉണ്ടായത്? നിങ്ങൾ പഠിക്കുക. എന്നെ ട്രോളുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കുക. ലാഭമല്ലാത്ത ഒരു ലക്ഷ്യമില്ല, ലാഭം മാത്രം. ഒരു ഉന്നതമായ ബ്രോസ്റ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാള് ഇത് കണ്ട് മടുത്ത്, കണ്ണിൽ ചോര ഇല്ലാത്ത ഈ ഒരു കളി കണ്ട് മടുത്തിട്ട് അയാൾ ബ്രോസ്റ്റ് കമ്പനിയിൽ നിന്ന് വലിയ പൈസ, ഒരു വിദേശ രാജ്യത്ത് വലിയ പൈസ മന്ത്ലി ശമ്പളം വാങ്ങിയിരുന്ന ഒരു കേരളീയൻ, ഇത് കണ്ട് മടുത്ത അയാൾ ജോലി രാജിവെച്ച് പോന്നു. സഹിക്കാൻ കഴിയുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. എന്തുകൊണ്ട്? ഈ കൃത്രിമ കോഴിയെ ഒരു തുള്ളി ചോര പോകാതെ ഫ്രീസ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ തന്നെ അത് ബ്രോസ്റ്റ് ആക്കുക. എന്താ ഇതിന്റെ വിധി? ആയുർവേദക്കാർ പറയട്ടെ, ഇതിന്റെ വിധി അറബ് പണ്ഡിതന്മാർ പറയട്ടെ. ഇത് നമ്മുടെ ഏഷ്യൻ സംസ്കാരത്തിന് യോജിക്കുമോ? അവർ നശിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ആയുസ് അൽഹംദുലില്ലാ ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് മാനവരാശിയുടെ നന്മക്കും ഈ പ്രകൃതിയുടെ നന്മക്കും ആവശ്യമായ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനാണ്. ഈ 10-22 വർഷങ്ങൾക്കിടയിൽ ആയിരക്കണക്കായ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അതിശയോക്തി പറഞ്ഞതിൻ്റെ എണ്ണം കാണിക്കുന്നില്ല, അതൊരു ഉദ്ദേശമല്ല. അതേസമയത്ത് നിങ്ങൾക്ക് അറിയാം, ആയിരക്കണക്കായ വിഷയങ്ങളിൽ മാനവരാശിയുടെ പൊതുനന്മ ഉദ്ദേശിച്ച പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു അന്വേഷണ ചാതുര്യം, തൃഷ്ണ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. താൻ അന്വേഷിച്ച് പഠിച്ച് സത്യസന്ധമായി മാനവരാശിയുടെ നിലനിൽപ്പിന്, തനിക്കും തൻ്റെ പരിസരത്തെ സമൂഹത്തിനും അനിവാര്യമായ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുക എന്നത്
ഒരാൾ തൻ്റെ ജീവിതധർമ്മമായി മനസ്സിലാക്കുകയും അതിന് സൗകര്യം അയാൾക്കുണ്ടായി കിട്ടുകയും ചെയ്താൽ അത് പാലിക്കൽ അയാളുടെ ഉത്തരവാദിത്തമാണ്. ഇത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദ്യപാനത്തിന്റെ ദോഷങ്ങളെ അതിന്റെ പഠനം നടത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയൽവാസി ദാമോദരന്റെ മകന് കള്ളുഷാപ്പിലാണല്ലോ പണി, അതുകൊണ്ട് ഞാനിപ്പോൾ അത് പഠിച്ച് പറഞ്ഞാൽ അത് ദാമോദരനെ മോശമായി വിചാരിക്കൂലേ എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ബീരാന്റെ മകന് ബഹ്റൈനിൽ ജ്യൂസ് കട ഉണ്ടല്ലോ, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമുള്ളത്? എന്തൊക്കെ ട്രോളാണ് ചില ആളുകൾ ട്രോളിയത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം, ഏതെങ്കിലും ഒരു കടയിൽ കയറിയിട്ട് ജ്യൂസ് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കടയിൽ കയറി ജ്യൂസ് കഴിക്കാൻ പാടുന്നോ, ജ്യൂസ് കട വെക്കാൻ പാടില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ ഭക്ഷണ പദാർത്ഥം കൊണ്ട് ശരീരത്തിന് നീ സ്വയം കഴിച്ചാലും വീട്ടിലുണ്ടാക്കി കഴിച്ചാലും ആ ഭക്ഷണ പദാർത്ഥത്തിനെ നോർമൻ വാക്കർ വികസിപ്പിച്ചെടുത്ത് 1918 കോർപ്പറേറ്റുകൾ പിന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഈ ഉപകരണം വഴി വന്നിട്ടുള്ള നമ്മുടെ ആധുനിക ജ്യൂസ്, ആ ജ്യൂസിനെ സംബന്ധിച്ചിടത്തോളം അനവധി ശാരീരിക അസ്വാസ്ഥ്യങ്ങളും രോഗങ്ങളും സമ്മാനിക്കുന്ന ഒരു കലവറയായി അത് മാറിയിട്ടുണ്ട് എന്ന് പഠിച്ച് പറയേണ്ട ഒരു ധർമ്മം ഞാൻ നിർവഹിച്ചു. അത്രയേ ഉള്ളൂ. അത് ജ്യൂസ് കടയിൽ കയറാൻ പാടുണ്ടോ ഇല്ലേന്നോ, അല്ലെങ്കിൽ ജ്യൂസ് കട, അതൊന്നും ഇതിനർത്ഥമില്ല. ആ ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. അതൊക്കെ പഠിക്കുക എന്നത് പഠിക്കുന്നവൻ്റെ ഒരു ധർമ്മമാണ്. അതെന്നായാണ് ചിലപ്പോൾ അന്നത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇന്ന് ഞാൻ പഠിച്ച കാര്യം ഇന്ന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാനും മരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ. എന്നാലും മതി. ഇങ്ങനെ ഒരാൾ ഒരു പഠന ഗവേഷണം നടത്തിയിരുന്നു. ഞാൻ മാത്രമല്ല, അനവധി ആളുകൾ. AAPയുടെ പഠന റിപ്പോർട്ട് ഞാനിവിടെ പറഞ്ഞു. മറ്റു പലരുടെയും പഠന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു. ഇപ്പോൾ പഞ്ചസാരയിൽ നടന്നിട്ടുള്ള ചതി പൂർണ്ണമായി അതിനെ ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നാളെ ഇതൊക്കെ ലോകവ്യാപകമായി വരുമ്പോൾ, ഇത്തരം പഠനങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധമില്ലാത്ത ആളാരാണുള്ളത്? പിന്നെ കാര്യം അറിയാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കി കൊടുത്താൽ നാളെ നന്നാവും.